ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ തിരയും തീരവും. തിങ്കളാഴ്ച ചൗരിക്കുട്ടി രാവിലെ തന്നെ കുഞ്ഞന്നയോടും എമിലിയോടും ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. എവിടെ പോകാനാണെന്ന് നീ പറഞ്ഞില്ലല്ലോ? എമിലി സംശയത്തോടെ മകനെ നോക്കി. സമയമാകുമ്പം പറയാം. ചൗരിക്കുട്ടിയുടെ കുടുംബാംഗങ്ങളെല്ലാം ഒരുങ്ങി നിന്നു. വിൻസിയെയും ഭർത്താവിനെയും കുഞ്ഞിനെയും ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. 10 മണിയോടെ മൈക്കേലും ലൈസാമ്മയും മേബിളും വന്നു ചേർന്നു. ശൗരിക്കുട്ടി ആൻ്റപ്പൻ സേവ്യറോടും മക്കളോടും 11 മണിക്ക് കാരക്കാട്ട് ബംഗ്ലാവിലോട്ട് വരാൻ പറഞ്ഞ് ഏർപ്പാടാക്കി. ശൗരിക്കുട്ടി, നീ ഇനിയെങ്കിലും കാര്യം പറ. കുഞ്ഞന്നയ്ക്ക് ക്ഷമ കിട്ടു. ഇന്ന് കാരക്കാട്ട് ബംഗ്ലാവ് ജപ്തിയാണ് വല്യമ്മച്ചേ. അതിന് നമ്മളെന്തിനാ അങ്ങോട്ട് പോണത്? കാരക്കാട്ട് സൈമൺ തരകനെയും കുടുംബത്തിലുള്ളവരെയും അവിടെ നിന്ന് ഇറക്കിവിട്ട് നമ്മളാണ് അവിടെ താമസിക്കാൻ പോണത്. വിശ്വാസം വരാതെ കുഞ്ഞന്നെ കണ്ണുമിഴിച്ചു. നീ എന്നതാ ശൗരിക്കുട്ടി ഈ പറയണത്? കാരക്കാട്ട് ബംഗ്ലാവ് ഇന്നു മുതൽ ശൗരിക്കുട്ടിയുടേതാണമ്മ. അമ്മ വലതുകാലം വെച്ച് അതിനകത്തോട്ട് കയറുന്നത് എനിക്ക് കാണണം. അതിനു വേണ്ടിയാ ഞാൻ ഈ കളികളെല്ലാം കളിച്ചത്, ശൗരിക്കുട്ടി പറഞ്ഞു. എമിലി അത് കേട്ട് അന്തം വിട്ട് നിന്നു. അധ്യായം 39. തിങ്കളാഴ്ച നേരം വെളുത്തതു മുതൽ സൈമൺ തരകന് അശുഭ സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പുലർച്ചെ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നമെന്നല്ല അതിനെ വിളിക്കേണ്ടത്. പേക്കൂത്ത് കിനാവ്. പേക്കിനാവിൽ ഉറക്കമുണർന്നത് വിജനമായ കടത്തിണ്ണയിലായിരുന്നു. കറുത്ത ഒരു കീറപ്പൊതുപ്പിനു കീഴിൽ എൽസമ്മയും മക്കളും കിടപ്പുണ്ടായിരുന്നു. എൽസമ്മ പെട്ടെന്ന് കണ്ണുമിഴിച്ച് എഴുന്നേറ്റിരുന്നു. മക്കളെ കുലുക്കി ഉണർത്തി. 4 ചെറിയ കുട്ടികൾ, 5നും 15നും ഇടയ്ക്ക് പ്രായമുള്ള ബാലകർ. എല്ലാവർക്കും വിശക്കുന്നുണ്ട്. കറുത്ത തുണിയിൽ പൊതിഞ്ഞ മാറാപ്പുകൾ ഓരോരുത്തരുടെയും തലയ്ക്കിൽ ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ തെണ്ടണം. ഓരോരുത്തരും ഓരോ മാറാപ്പ് ചുമലിലേറ്റി. എല്ലാവരും പഴകിയതും പിഞ്ഞിക്കീറിയതുമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ പിച്ചപാത്രങ്ങളുമുണ്ട്. ഡാൻഡസിൻ്റെ കയ്യിൽ ഒരു തകരപാത്രമാണുള്ളത്. വിജനമായ തെരുവിൽ നിന്ന് നടന്ന് ആൽമുക്കും കഴിഞ്ഞ് തിരക്കുള്ള തെരുവിലേക്കിറങ്ങി. ഡാൻഡസ് തകരപ്പാട്ട് കൊട്ടിക്കൊണ്ട് പാടാൻ തുടങ്ങി. അത്ഭുതകരമായ കാഴ്ച കണ്ടിട്ടെന്ന പോലെ ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങി. അവരെല്ലാം കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, കാരക്കാട്ടെ സൈമൺ മുതലാളിയല്ലേ അത്? അതുകൊണ്ടെന്താ കുഴപ്പം? ഇവിടം യാചക നിരോധന മേഖലയാണോ? അതോ സൈമൺ മുതലാളിക്കും മക്കൾക്കും തെണ്ടാൻ പാടില്ലെന്നുണ്ടോ? ഇതൊക്കെ എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ എന്തിനാണിങ്ങനെ തങ്ങൾക്ക് ചുറ്റും തടിച്ചുകൂടുന്നത്? ഡാൻഡസിൻ്റെ പാട്ട് കേട്ടിട്ടാണോ? വാഹന ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു. ഒരു പോലീസുകാരൻ ലാത്തി ചുഴറ്റിക്കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി. ഇതിവിടെ പറ്റില്ല, വേറെ സ്ഥലം നോക്കിക്കോ. താൻ എൽസമ്മയെയും മക്കളെയും കൂട്ടിക്കൊണ്ട് നടക്കുകയാണ്. പിച്ച തണ്ടാൻ പറ്റിയ മറ്റേതെങ്കിലും തെരുവ് തേടി. ഒടുവിലെത്തിയത് ചെല്ലിക്കടപ്പുറത്ത്. പെട്ടെന്ന് കടൽ പെരുകുകയും ഭൂമിയിൽ ഇരുട്ട് വ്യാപിക്കുകയും ചെയ്തു. തിരമാലകൾ മുട്ടുകാലുകളിൽ വന്നിടിച്ചു. അപ്പോഴേക്കും സൈമൺ തരകൻ ഉണർന്നു. രണ്ടാമത്തെ അശുഭസൂചന ഉണർന്നിട്ടും കണ്ണു തുറക്കാൻ പറ്റുന്നില്ല എന്നതായിരുന്നു. എൽസമ്മയെ വിളിച്ചു. എൽസമ്മ പഞ്ഞി റോസ് വാട്ടറിൽ മുക്കി സൈമൺ തരകൻ്റെ കൺപോളകൾ തുടച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് കണ്ണു തുറക്കാമെന്നായി. മൂന്നാമത്തെ ദുസൂചന ഫോണിൽ കൂടിയാണ് വന്നത്. ഇന്ന് കാരക്കാട്ട് ബംഗ്ലാവ് ജപ്തിയാണെന്ന് ശൗരിക്കുട്ടി ചെല്ലിക്കടപ്പുറത്ത് വിളംബരം ചെയ്യുന്നതായി സൈമൺ തരകൻ്റെ ഒരു സിൽബന്തി വിളിച്ചറിയിക്കുകയായിരുന്നു. നാലാമത്തെ ദുസൂചന സൈമൺ തരകൻ എത്ര തവണ വിളിച്ചുവോ അത്ര തവണയും കൊച്ചിൻ ഫിനാൻസിൻ്റെ ബ്രാഞ്ച് മാനേജർ ബേബി കുരുവിളയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നതായിരുന്നു. ഇതോടെ സൈമൺ തരകൻ പരിഭ്രാന്തനായി. തൻ്റെ വീട് ഇന്ന് ജപ്തിയാണെന്ന് ശൗരി എന്തിനു പറഞ്ഞു നടക്കുന്നു? അവൻ എന്തറിയാം? പലതവണ ജപ്തി നോട്ടീസ് കിട്ടിയെങ്കിലും അപ്പോഴെല്ലാം ബേബി കുരുവിള പറഞ്ഞത് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് അത് മുറ പോലെ ചെയ്യുന്നേയുള്ളൂ, ജപ്തിയൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ശനിയാഴ്ച മനസ്സമ്മതം മുടങ്ങിയ ശേഷം അറക്കൽ ചാർലി ഫോൺ ചെയ്തപ്പോഴും ഏതാണ്ട് ഇതേ മട്ടിലൊരു സംഗതി സൂചിപ്പിച്ചിരുന്നു. താനും കുടുംബവും പിച്ചച്ചട്ടി എടുത്ത് തെണ്ടുമെന്ന് ശൗരി പറഞ്ഞതായി. അതും ഒരു അശുഭസൂചനയായിരുന്നോ? ഡാൻഡസിൻ്റെ മനസ്സമ്മതം മുടങ്ങിയത് ഇതിനേക്കാളെല്ലാം വലിയ ദുശകനമായിരുന്നില്ലേ? സൈമൺ തരകൻ ആൺമക്കളെ വിളിച്ച് മുന്നറിയിപ്പ് എന്ന പോലെ പറഞ്ഞു, ഇന്ന് നമ്മുടെ വീട് ജപ്തിയാണെന്ന് ആ തന്തയില്ല നായിൻ്റെ മോൻ ചെല്ലിക്കടപ്പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കണുണ്ട്. നിങ്ങൾ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വാ. പോണ വഴിക്ക് ആ ബാങ്ക് മാനേജരെയും ഒന്ന് കണ്ടേക്ക്. അയാൾ 10 മണിക്കല്ലേ ബാങ്കിൽ വരൂ? റോയ് സൈമൺ ഓർമ്മിപ്പിച്ചു. ബാങ്കിൻ്റെ മുകളിലത്തെ നിലയിലാണ് അയാളുടെ താമസം. അവിടെ ചെന്ന് കാണാ. പപ്പ, അയാൾ സാറ്റർഡേ വീട്ടിൽ പോയാ മൺഡേ ബാങ്ക് തുറക്കുന്ന നേരത്താ വരിക. എന്നാൽ നിങ്ങൾ പോയി ഇത് അന്വേഷിച്ചിട്ട് വാ. ഏതാണ് പപ്പ?
എടാ, ആ ശൗര്യത്തണ്ടി പറഞ്ഞുകൊണ്ട് നടക്കണത് എന്താണെന്ന്. ഉടൻ തന്നെ ബൈക്കിൽ കയറി മക്കൾ രണ്ടും ചെല്ലിക്കടപ്പുറത്തേക്ക് തിരിച്ചു. ഇതിനിടയിൽ വേറെയും ചില കോളുകൾ സൈമൺ തരകൻ്റെ ഫോണിലേക്ക് വരുന്നുണ്ടായിരുന്നു. സൈമൺ തരകൻ അവ ഓരോന്നായി അറ്റൻഡ് ചെയ്തു. സൈമൺ തരകൻ്റെ ചില അഭ്യുദയകാംക്ഷികളാണ് വിളിച്ചത്. ഇന്ന് ജപ്തിയാണെന്നറിഞ്ഞു. എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ? ഇതാണ് വിളിച്ചവരുടെ ചോദ്യം. ഞാൻ എന്ത് നടപടി സ്വീകരിക്കാനാ? ഇന്ന് ജപ്തിയൊന്നും നടക്കത്തില്ല. സൈമൺ തരകൻ തർക്കിച്ചെങ്കിലും വീടും പുരയിടവും ബാങ്കിന് ഈടുവച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു. ഹൈക്കോടതിയിൽ നിന്നൊരു സ്റ്റേ ഓർഡർ വാങ്ങിച്ചു വെച്ചോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടെ കയ്യിന്നങ്ങ് പോകും. അതൊരു മുന്നറിയിപ്പായിരുന്നു. സൈമൺ തരകൻ ഉടൻ കാറിൽ കയറി ആലപ്പുഴ പോയി വക്കീലിനെ കണ്ട് സംസാരിച്ചു. ഹൈക്കോടതിയിൽ പോയി ഓർഡർ വാങ്ങാനുള്ള സമയം കടന്നുപോയെന്നും ജപ്തി വിധിയായിട്ടുണ്ടെങ്കിൽ അത് തടയാൻ പറ്റില്ലെന്നും വക്കീൽ വെളിപ്പെടുത്തി. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അയാൾ സൈമൺ തരകനെ അല്പം ഒന്ന് തണുപ്പിച്ച് തിരിച്ചയച്ചു. 10 മണിയോടെ റോബിനും റോയിയും തിരിച്ചെത്തി. ചെല്ലിക്കടപ്പുറത്ത് ജപ്തിയെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ടെന്ന് അവർ സൈമൺ തരകനെ അറിയിച്ചു. ആ ചെറ്റയാണോ പറഞ്ഞു വരുത്തിയത്? അതെ പപ്പ. അതുമാത്രമല്ല, അവനും കുടുംബവും ഇങ്ങോട്ട് മാറി താമസിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുക. എടാ, പൊട്ടത്തരം വിളിച്ചു പറയാണ്ട് നടക്കണ കാര്യം വല്ലതും പറ. അവിടെ ചെല്ലിക്കടപ്പുറത്തുകാര് ജപ്തി കാണാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക. സമയമാകുമ്പം ശൗരി അവരെയെല്ലാം കൂട്ടിത്തെളിച്ചോണ്ട് ഇങ്ങോട്ട് വരുമെന്നാ പറയണത്. ബാങ്കിൻ്റെ ജപ്തി നടന്നാലും ശരി, അവനെങ്ങനെ കിട്ടും നമ്മുടെ വീട്? അത് ബാങ്കുകാരല്ലേ ജപ്തി ചെയ്യണത്? സൈമൺ തരകൻ്റെ ചോദ്യത്തിന് റോബിനും റോയിയും കണ്ണിൽ കണ്ണി നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. ആരും നിസ്സാരമായിട്ട് കാണണ്ട. ശൗരി പറഞ്ഞതാണെങ്കിൽ അത് അവൻ നടത്തുക തന്നെ ചെയ്യും. എൽസമ്മ മുന്നറിയിപ്പ് എന്നോണം പറഞ്ഞു. 10:30 മണിക്കും ബേബി കുരുവിളയെ വിളിച്ചു കിട്ടാഞ്ഞിട്ട് സൈമൺ തരകൻ കാറോടിച്ച് ബാങ്കിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ബാങ്ക് അടഞ്ഞു കിടക്കുന്നു. 10:30 കഴിഞ്ഞിട്ടും ബാങ്ക് എന്താ തുറക്കാത്തത്? സൈമൺ തരകൻ സമീപത്തെ കടക്കാരോട് ചോദിച്ചു. അവർ അറിയില്ലെന്ന് കൈമലർത്തി. ഇന്ന് തുറക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല. സൈമൺ തരകൻ തിരിച്ച് കാറിൽ കയറിയിരുന്ന് ബേബി കുരുവിളയെ വിളിച്ചു. സ്വിച്ച്ഡ് ഓഫ്. എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ സൈമൺ തരകനും തോന്നി എന്തോ ആപത്ത് സംഭവിക്കാൻ പോവുകയാണെന്ന്. എൽസമ്മ ഇതിനകം എടത്തുവായിലുള്ള തൻ്റെ ആങ്ങളമാരെ വിളിച്ച് വിവരമറിയിച്ചു കഴിഞ്ഞിരുന്നു. അവർ ആദ്യം എൽസമ്മയുടെ വിവരക്കേടെന്ന് പറഞ്ഞ് പരിഹസിച്ചു. പക്ഷേ ജപ്തി നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ടെന്ന് എൽസമ്മ തറപ്പിച്ചു പറഞ്ഞു. ജപ്തി നോട്ടീസുകളുടെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. ആങ്ങളമാർ എത്രയും പെട്ടെന്ന് എത്തിക്കൊള്ളാമെന്ന് എൽസമ്മയ്ക്ക് ഉറപ്പ് നൽകി. ജപ്തി നടപടിക്കുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിവരം അറിയിക്കാൻ സൈമൺ തരകൻ തൻ്റെ വിശ്വസ്തരെ ഏർപ്പാടാക്കി. ആ ഗേറ്റ് അടച്ചു പൂട്ടിയേക്ക്. സൈമൺ തരകൻ മക്കളോട് നിർദ്ദേശിച്ചു. വീടും ഗേറ്റും പൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടി എങ്ങോട്ടെങ്കിലും പോയാലോ? റോയ് സൈമൺ അഭിപ്രായപ്പെട്ടു. വീടും ഗേറ്റും പൂട്ടിയാലും അവർക്ക് ജപ്തി നടത്താമല്ലോ. നമ്മളിവിടെ തന്നെ വേണം. ഏതവനാ എൻ്റെ കോമ്പൗണ്ടിനകത്തോട്ട് കയറുന്നതെന്ന് എനിക്കൊന്ന് കാണണം. റോയ് സൈമൺ പോയി ഗേറ്റ് പൂട്ടി താക്കോൽ സൈമൺ തരകൻ്റെ കയ്യിൽ കൊടുത്തു. അയാളത് പോക്കറ്റിലിട്ടു. 12 മണിയോടെ കൊച്ചിൻ ഫിനാൻസുകാരുടെ ഒരു വാഹനം ഗേറ്റിന് മുന്നിലെത്തി. പുറകിൽ മറ്റൊരു കാറിൽ വക്കീലും കോടതിയിൽ നിന്നുള്ള ആമീനും അതിനു പിന്നിൽ ഒരു പോലീസ് ജീപ്പ്. ഗേറ്റിന് മുൻപിൽ ഇടതടവില്ലാതെ ഹോൺ ശബ്ദം മുഴങ്ങി. സൈമൺ തരകൻ ഇറങ്ങിച്ചെന്നു. കൂടെ ആൺമക്കളും ചെന്നു. കൊച്ചിൻ ഫിനാൻസിൻ്റെ പേരെഴുതിയ കാറിൽ നിന്ന് ബേബി കുരുവിളയും പാൻസും ഷർട്ടും ധരിച്ച ഉദ്യോഗസ്ഥരെന്ന് തോന്നിക്കുന്ന 3 പേരും ഇറങ്ങി. ഗേറ്റിൻ്റെ അഴികൾക്കിടയിലൂടെ സൈമൺ തരകൻ അവരെ കണ്ടു. വക്കീലും കോടതി ഉത്തരവുമായി വന്ന ഉദ്യോഗസ്ഥനും കാറിൽ നിന്നിറങ്ങി. എന്താ കാര്യം? ഗേറ്റിന് പുറത്തുനിന്ന് സൈമൺ തരകൻ ചോദിച്ചു. ഈ വീട് സ്ഥലവും ജപ്തി ചെയ്യാൻ കോടതിയുടെ ഉത്തരവുണ്ട്, ബേബി കുരുവിള അറിയിച്ചു. എടാ കള്ള നായൻ്റെ മോനെ, നിന്നെ എത്ര തവണ വിളിച്ചിടാ ഇന്നലെയും ഇന്നുമായിട്ട്? നിന്റെ ഫോൺ ഏത് പൊത്തിനകത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നടാ ചെറ്റെ. എടാ, പോക്കൃത്തരം കാണിക്കുമ്പം തലേ ദിവസമെങ്കിലും പറയേണ്ട മര്യാദ ഇല്ലേട തെണ്ടി. സൈമൺ തരകൻ പൊട്ടിത്തെറിച്ചു. കൂടുതലൊന്നും പറയണ്ട. ബാങ്കിൽ അടയ്ക്കേണ്ട EMI പലതവണ മുടങ്ങി. ആദ്യം നോട്ടീസ് അയച്ചു, പിന്നെ പലതവണ രജിസ്റ്റേർഡ് നോട്ടീസ് അയച്ചു, അതിനുശേഷം ജപ്തി നോട്ടീസ് അയച്ചു. അതുതന്നെ പലതവണ അയച്ചില്ലേ? അതെല്ലാം കിട്ടിയപ്പോൾ നിന്റെ മുന്നിലോട്ട് കൊണ്ടുവന്ന് കാണിച്ചില്ലേ? അപ്പോൾ നീ എന്തുവാ പറഞ്ഞത്? ഇതൊന്നും സാരമില്ല, ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നുള്ള നടപടിക്രമങ്ങൾ മാത്രമാണെന്ന്. അങ്ങനെ നോട്ടീസ് അയച്ചെന്നും വെച്ച് ഉടനെ ജപ്തിയൊന്നും ഉണ്ടാവത്തില്ലെന്ന് അല്ലേടെ പരട്ടത്തലയാ. കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. ബേബി കുരുവിള താക്കീത് നൽകി. നിന്റെ അടുത്താണോടാ മര്യാദ? തെണ്ടി ചെറ്റെ, നീയല്ലേടാ എന്നോട് ഈ ചതിയെല്ലാം ചെയ്തത്. എന്നെക്കൊണ്ട് ബോട്ട് വാങ്ങിപ്പിച്ച്
എന്നെക്കൊണ്ട് ഫാക്ടറിയും ഐസ് പ്ലാന്റും ഉണ്ടാക്കിപ്പിച്ച്, എന്നെക്കൊണ്ട് 90 ലക്ഷത്തിൻ്റെ കാറ് വാങ്ങിപ്പിച്ച്. ഞങ്ങളുടെ ബാങ്കിൻ്റെ പോളിസി അത്. ലോൺ ആവശ്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് ലോൺ കൊടുക്കുക. അത് മാറ്റാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ വെറും ബ്രാഞ്ച് മാനേജരാ. നീ ഏതു കോപ്പിലെ മാനേജരാണെങ്കിലും കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ ഗേറ്റ് കിടക്കാമെന്ന് കരുതണ്ട. ഇതിനേക്കായാലും വലിയ ബാങ്കും കോടതിയും കണ്ടിട്ടുള്ളവനാണ് സൈമൺ തരകൻ. ഒരു ഉണക്ക വക്കീലിനെയും കുറച്ച് പീറ പോലീസുകാരെയും കണ്ട സൈമൺ തരകൻ വരണ്ടു പോകുമെന്ന് നീ വിചാരിച്ചോ? ഇവന്മാരൊക്കെ എൻ്റെ ഔട്ട് ഹൗസിൽ തിന്നും കുടിച്ചും പെടുത്തും കിടന്നിട്ടുള്ളവന്മാരാ. ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പം സ്റ്റേ ഓർഡർ വരും. അതുവരെ ഗേറ്റിന് പുറത്തു നിൽക്ക്. കളി സൈമൺ തരകൻ കാണിച്ചു തരാമെടാ. ഗേറ്റിന് മുന്നിൽ ഈ ബഹളങ്ങൾ നടക്കുന്നതിനിടയിൽ വീടിൻ്റെ പിന്നാമ്പുറത്ത് കടൽക്കരയിലേക്ക് ഇറങ്ങാനുള്ള പടികൾ കയറി ഓടാമ്പലിട്ട് കിടന്ന ചെറിയ ഗേറ്റ് തുറന്ന് ശൗരിക്കുട്ടിയും 15ഓളം ആളുകളും വീട്ടുവളപ്പിനുള്ളിൽ കിടന്നു. പിൻവാതിലിൽ കൂടി കുറേ പേർ വീട്ടിനുള്ളിലേക്ക് കിടക്കുന്നത് കണ്ട് വീട്ടുവേലക്കാരി അന്താളിച്ചു. ശൗരിക്കുട്ടി ചുണ്ടത്ത് വിരൽ വെച്ച് അടയാളം കാട്ടി. ഇറങ്ങിക്കോ, ഇപ്പം ഇറങ്ങിക്കോ. വീട്ടുവേലക്കാരി അറിയാതെ വാ പൊത്തി. സിറ്റൗട്ടിൽ നിന്ന് ഗേറ്റിലെ ബഹളം കാണുകയായിരുന്നു എൽസമ്മ. ഹാളിലെന്തോ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. ശൗരിക്കുട്ടിയും വേറെ ഏതാനും ആളുകളും ഹാളിലൂടെ നടന്നു വരുന്ന കാഴ്ച കണ്ട് അവർ സ്തംഭിച്ചു നിന്നുപോയി. ശൗരിക്കുട്ടി അകത്തുനിന്ന് സിറ്റൗട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ജപ്തി നടപടിക്ക് വന്നവരാ. സൈമൺ തരകൻ്റെ സ്വഭാവം എനിക്കറിയാവല്ലോ. അതുകൊണ്ടാണ് ഇതിലേ വന്നത്. ഗേറ്റിൻ്റെ മുൻപിൽ നടക്കുന്നത് ഒരു നാടകമാ. ഇതാണ് ശരിക്കിനുള്ള ജപ്തി നടപടി. ശൗരിക്കുട്ടി സ്റ്റീലിൻ്റെ വെട്ടിത്തിളങ്ങുന്ന ഓടാമ്പലും പിത്തളയുടെ താഴും എൽസമ്മയെ കാണിച്ചു. വേറെ വാതിലുകളെല്ലാം ഞങ്ങൾ അടച്ചു. ഇനി ഇതും കൂടിയേ ഉള്ളൂ. ഇതും കൂടെ അങ്ങോട്ട് പൂട്ടാൻ പോവുകയാണ്. അതോടെ ഞങ്ങളുടെ ജോലി തീർന്നു. ചുറ്റികയും ആണികളുമായി 2 പേർ മുന്നോട്ട് വന്നു. കാഴ്ച ബംഗ്ലാവിലെ സിംഹത്തെപ്പോലെ ഗേറ്റിനപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു സൈമൺ തരകൻ. സിറ്റൗട്ടിൽ നിന്ന് എൽസമ്മയുടെ വിളിയൊച്ചയും വാതിലിൽ ആണിയടിച്ചു കയറ്റുന്ന ഒച്ചയും കേട്ട് അയാൾ ബംഗ്ലാവിന് നേർക്ക് തിരിഞ്ഞു. ഗേറ്റിനപ്പുറത്തെ ആൾക്കൂട്ടത്തെ പരിഹാസത്തോടെയും അഹങ്കാരത്തോടെയും നോക്കി നിന്ന മക്കളും അപ്പോഴാണ് കണ്ടത്. സിറ്റൗട്ടിൽ 10-15 ആളുകൾ. വാതിലിൽ ആണി തറയ്ക്കുന്ന ഒച്ച. എൽസമ്മ പരിഭ്രാന്തിയായി സിറ്റൗട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നതാണ് അവിടെ? ആരൊക്കെയാണത്? അമ്പരന്നു പോയ സൈമൺ തരകൻ തിടുക്കത്തിൽ സിറ്റൗട്ടിന് നേർക്ക് നീങ്ങി. സിറ്റൗട്ടിലെ ആളുകൾക്കിടയിൽ നിന്ന് ശൗരിക്കുട്ടി അപ്പോൾ ആവിർഭവിച്ചതുപോലെ മുറ്റത്തേക്കിറങ്ങി നേരെ സൈമൺ തരകൻ്റെ മുന്നിലേക്ക് വന്നു. സൈമൺ തരകനും ശൗരിക്കുട്ടിയും നേർക്കുനേർ നിന്നു. മുഖത്തോട് മുഖം നോക്കി. ജപ്തി കഴിഞ്ഞു. ഇനി അകത്തോട്ടല്ല, വഴി പുറത്തോട്ട്. ശൗരിക്കുട്ടി ശാന്തസ്വരത്തിൽ പറഞ്ഞു. സൈമൺ തരകൻ വിശ്വാസം വരാതെ ശൗരിക്കുട്ടിയുടെ മുഖത്തേക്കും സിറ്റൗട്ടിലേക്കും മാറി മാറി നോക്കി. കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ താക്കോല് ഇപ്പം എൻ്റെ കയ്യിലാ. കയ്യിലിരുന്ന പിച്ചള താക്കോൽ അവൻ സൈമൺ തരകൻ്റെ മുഖത്തിന് നേർക്ക് ഉയർത്തിക്കാട്ടി. ഞാനാണിപ്പം ഇതിൻ്റെ മുതലാളി. വേണമെങ്കിൽ എന്നെ ശൗരിക്കുട്ടി മുതലാളിയെന്ന് വിളിച്ചോ. ശൗരിക്കുട്ടി ഒരു നിന്നാഹാസത്തോടെ സൈമൺ തരകനെ അടിമുടി നോക്കി. ഇതിനു വേണ്ടിയാ ഞാൻ ഇത്രകാലം ജീവിച്ചത്, ഇക്കണ്ട കളിയൊക്കെ കളിച്ചത്. സൈമൺ തരകൻ ഇമയനക്കാതെ അവനെ തന്നെ നോക്കി. കുറേ സംഭവങ്ങൾ അയാളുടെ ഓർമ്മയിൽ മിന്നി. ആഞ്ചലോസിൻ്റെയും എമിലിയുടെയും കല്യാണം. എമിലിയുടെ ഭംഗിയുള്ള മുഖത്തും വടിവത്ത ഉടലിലും തൻ്റെ കണ്ണു പതിഞ്ഞതും കൊതി പൂണ്ടതും. ആഞ്ചലോസിനെ കടലിൽ കാണാതായ ശേഷം തൻ്റെ ആഗ്രഹനിവൃത്തിക്കായി എമിലിയെ മീൻകൂടത്തിൽ പണിക്കെടുത്തതും ബലാത്കാരത്തിലൂടെ കീഴടക്കിയതും. എമിലി പ്രസവിച്ച കുഞ്ഞ് തൻ്റേതാണെന്നറിഞ്ഞ് അതിനെ ആശുപത്രിയിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ നടത്തിയ പാളിപ്പോയ ആദ്യ ശ്രമം. പിന്നീട് എത്രയോ തവണ ഈ പടുമുളയെ നശിപ്പിക്കാൻ എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തി. അതിനെയെല്ലാം ഇവൻ അതിജീവിച്ചു. കടലിൽ കൊന്നു കെട്ടിത്താഴ്ത്തിയെന്ന് ആശ്വസിച്ചിരുന്നിട്ട് 10 കൊല്ലത്തിനു ശേഷം ഇവൻ്റെ തിരിച്ചുവരവിലുണ്ടായ നടുക്കം. ഇവൻ ആരാണ്? തൻ്റെ ബീജകണികയിൽ നിന്ന് പൊട്ടിമുളച്ച മനുഷ്യജന്മമോ രാക്ഷസനോ? ആരാണിവൻ്റെ കാവൽ പടയാളിയും വഴികാട്ടിയും? ചെകുത്താനോ ദൈവമോ? തനിക്ക് പറ്റിയ ഒരു പിഴ, ഒരു ചെറിയ പിഴ, തോണ്ടിക്കളയാമായിരുന്ന ഒരു പുഴുജന്മം വളർന്നു വലുതായി ആകാശം മുട്ടി നിൽക്കുന്നു. ഗേറ്റ് പൂട്ടി താക്കോലൊക്കെ പോക്കറ്റിലിട്ടിരിക്കുകയാണല്ലോ. പെട്ടി കള്ളൻ കൊണ്ടുപോയ ശേഷം താക്കോല് കയ്യിലിരുന്നിട്ടെന്താ കാര്യം? അതും കൂടെ ഇങ്ങ് തന്നേക്ക്. ശൗരിക്കുട്ടിയുടെ പരുക്കനൊച്ചയിൽ സൈമൺ തരകൻ്റെ ഓർമ്മ ഛിന്നഭിന്നമായി. ശൗരിക്കുട്ടി ഒരു നിമിഷം കാത്തു. പിന്നെ നൊടിയിടയിൽ കൈനീട്ടി പോക്കറ്റിൽ പിടിച്ച ഒറ്റവലി. പോക്കറ്റും ഷർട്ടും താഴേക്ക് കീറി. താക്കോൽ പൂഴിമണലിൽ തെറിച്ചു വീണു. ശൗരിക്കുട്ടി താക്കോലെടുത്തു. സൈമൺ തരകൻ അമ്പരപ്പിലും ഭീതിയിലും സ്വയം നോക്കി. വെളുപ്പാൻ കാലത്ത് കണ്ട സ്വപ്നം അയാളുടെ ഓർമ്മയിൽ വന്നു. കീറിയ വസ്ത്രങ്ങൾ ധരിച്ച് ചുമലിൽ മാറാപ്പും കയ്യിൽ പിച്ചപാത്രവുമായി
അയാൾ തലതിരിച്ച് തൻ്റെ മക്കളെ നോക്കി. അവർ അന്താളിച്ചു നിൽക്കുകയാണ്. ശൗര്യക്കുട്ടിയോട് ഏറ്റുമുട്ടാൻ അവർക്ക് ധൈര്യമില്ലെന്ന് അവരുടെ ശരീരഭാഷ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സിറ്റൗട്ടിന് നേർക്ക് നടക്കാൻ ഭാവിച്ച സൈമൺ തരകനെ കൈവിലങ്ങനെ നീട്ടി ശൗര്യക്കുട്ടി തടഞ്ഞു. പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, പുറത്തോട്ട്. അവൻ ഗേറ്റിന് നേർക്ക് കൈ ചൂണ്ടി. സൈമൺ തരകനെ അപമാനത്തിൻ്റെ വഴുവഴുത്ത ചളി വന്നു പൊതിഞ്ഞു. ഉടുതുണിയല്ലാതെ കൈവശമൊന്നുമില്ല. ഷർട്ട് കീറിപ്പോയിരിക്കുന്നു. ശൗര്യക്കുട്ടി താക്കോൽ കൊണ്ടുചെന്ന് ഗേറ്റിൻ്റെ താഴ് തുറന്നു. അലങ്കാരപ്പണികളും അഴികളുമുള്ള വലിയ ഇരുമ്പുപാളികൾ മലർക്കെ തുറന്നിട്ടു. ഗേറ്റിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ബാങ്കിൻ്റെ വാഹനം വീട്ടുവളപ്പിലേക്ക് കയറി. പുറകെ വക്കീലും കോടതി ഉദ്യോഗസ്ഥൻ്റെ വേഷം കെട്ടിയ ആളും കയറിയ കാർ. അതിനും പിന്നിൽ പോലീസ് ജീപ്പ്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ സൈമൺ തരകൻ്റെ മക്കൾ പകച്ചു നിൽക്കുകയാണ്. ശൗര്യക്കുട്ടിക്ക് എന്താണ് തങ്ങളുടെ വീട്ടിൽ കാര്യം എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. തകർന്നു നിൽക്കുന്ന ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് എൽസമ്മയും അതേ ചോദ്യം തന്നെ ചോദിച്ചു. അവനെന്താ ഇവിടെ കാര്യം? ബാങ്കുകാരല്ലേ ജപ്തി ചെയ്യണത്? ബേബി കുരുവിള സൈമൺ തരകൻ്റെ അടുത്തേക്ക് വന്നു. എനിക്ക് വേറൊന്നും ചെയ്യാനില്ലായിരുന്നു സൈമൺ മുതലാളി. മുതലാളി എന്ന സംബോധന കേട്ട് സൈമൺ തരകന് തന്നോട് തന്നെ അവജ്ഞ തോന്നി. ശൗര്യക്കുട്ടിയുടെയാ ബാങ്ക്. ശൗര്യക്കുട്ടി തന്നെയാ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ്. ഞാൻ അവൻ്റെ ശമ്പളക്കാരനാ. സൈമൺ തരകനും എൽസമ്മയ്ക്കും കാര്യം വ്യക്തമായി. ഇപ്പോഴാണ് ശരിയായ ഉത്തരം കിട്ടിയത്. ആളുകളും വാഹനങ്ങളും കാരക്കാട്ട് ബംഗ്ലാവിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആൻ്റപ്പനും ജോമോനും പീറ്ററും കയറിയ കാർ, എമിലിയും ഡെന്നിച്ചനും ഷീബയും വിൻസിയും എബിയും കയറിയ കാർ, ശൗര്യക്കുട്ടിയുടെ ബോട്ടുകളിലും വള്ളങ്ങളിലും ജോലി ചെയ്യുന്നവർ കയറിയ പിക്കപ്പുകളും ടെമ്പോ ട്രാവലറുകളും വാഹനങ്ങളെ കൊണ്ടുതന്നെ കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ വിശാലമായ വളപ്പ് നിറഞ്ഞു. സൈമൺ മുതലാളിയുടെ കാരക്കാട്ട് ബംഗ്ലാവിൽ ജപ്തി നടക്കുന്നുവെന്നറിഞ്ഞ് പിന്നെയും പിന്നെയും ആളുകൾ ഇരച്ചെത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ വാഹനങ്ങൾക്ക് വരാൻ കഴിയാത്ത വിധം ബംഗ്ലാവിൻ്റെ ഗേറ്റിൽ നിന്ന് റോഡ് വരെ ഇരുവശത്തും പൂച്ചെടികൾ വച്ചു പിടിപ്പിച്ച ചുവന്ന ഇഷ്ടിക പാകിയ പാതയും ജനങ്ങളെക്കൊണ്ട് തിങ്ങി നിറഞ്ഞു. ഒടുവിൽ എടത്തുവായിൽ നിന്ന് എൽസമ്മയുടെ ആങ്ങളമാരും എത്തിച്ചേർന്നു. അധ്യായം 40. കരപ്രമാണിമാരും സൈമൺ തരകൻ്റെ ചാർച്ചക്കാരായ ചില ആളുകളും സമശീർഷരായ ചില സുഹൃത്തുക്കളും കാരക്കാട്ട് വീട്ടുവളപ്പിനുള്ളിൽ അങ്ങിങ്ങ് മാറി നിന്നുകൊണ്ട് ചില കൂടിയാലോചനകൾ നടത്തുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ജപ്തിയിൽ നിന്ന് കാരക്കാട്ട് ബംഗ്ലാവ് രക്ഷിക്കാൻ കഴിയുമോ എന്നാണ് ആലോചന. എല്ലാവരും കൂടി കുറച്ച് പണം സമാഹരിച്ച് ബാങ്കിലടച്ചാൽ തൽക്കാലത്തേക്ക് ബാങ്കുകാരെ പിന്തിരിപ്പിക്കാൻ പറ്റില്ലേ എന്ന് ചിലർ അഭിപ്രായം പറഞ്ഞു. എല്ലാവരും കൂടെ എത്ര രൂപ സംഘടിപ്പിക്കും? 5-10 ലക്ഷം പോരാ. പലിശ മാത്രം 60 ലക്ഷത്തിന് മേലെ അടയ്ക്കണം. നമ്മൾ ഓരോരുത്തരും 5-10 ലക്ഷം വീതം കയ്യിൽ നിന്നിടണം. അതൊക്കെ തിരിച്ചു കിട്ടുമെന്ന് എന്നതാ ഉറപ്പ്? പിന്നെയും പലിശയും കടവും വളരുക. മാസം തോറും തിരിച്ചടയ്ക്കാൻ സൈമൺ ചേട്ടൻ്റെ കയ്യിൽ വല്ല കൂറയുമുണ്ടോ? ഇല്ലല്ലോ. പുന്നപ്ര പള്ളിക്കടപ്പുറത്തെ തരകനായ വർഗീസ് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ഇത് വല്ലാത്ത നാണക്കേടല്ലേ? എങ്ങനെങ്കിലും ജപ്തി ഒഴിവാക്കിയെടുത്തിട്ട് ഈ ബംഗ്ലാവും പുരയിടവും കൂടി വിറ്റാലും വേണ്ടില്ല. മാനക്കേട് ഒഴിവാകുമല്ലോ. ഇത് മാത്രമല്ലല്ലോ, ഒന്നാന്തരം തെങ്ങും പറമ്പില്ലേ വിൽക്കാൻ? കാരക്കാട്ട് അഗസ്റ്റിൻ സാർ ചോദിച്ചു. അതൊക്കെ കടൽ കയറി കിടക്കുകയാണ്. എന്നു മാത്രമല്ല, പഴയ വിലയൊന്നും കിട്ടത്തില്ല. 4-5 വർഷം മുൻപ് ഗുജറാത്തിൽ നിന്ന് വന്ന മാർവാടികൾ ആ തെങ്ങും പറമ്പിന് കോടിക്കണക്കിന് രൂപ വില പറഞ്ഞതാണ്. അവർക്ക് റിസോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി. സൈമൺ ചേട്ടൻ കൊടുത്തില്ല. അതിലും കൂടുതൽ വില പറഞ്ഞുകൊണ്ടിരുന്നു. മിടുക്കന്മാരൊക്കെ പൊന്നും വിലയ്ക്ക് കൊടുത്ത് കാശ് വാങ്ങി ബാങ്കിലിട്ടു. വർഗീസ് തരകൻ പറഞ്ഞു. അതിനിപ്പം ഇനിയാണെങ്കിലും കൊടുക്കാമല്ലോ, അഗസ്റ്റിൻ സാർ അഭിപ്രായപ്പെട്ടു. ഇനി ആർക്ക് വേണം? തീരദേശ നിയമം വന്നില്ലേ? കടപ്പുറത്ത് നിർമ്മാണം വല്ലതും നടക്കുമോ? അതോടെ കടപ്പുറം ഭൂമിയുടെ വില പോയില്ലേ? എൽസമ്മയാൻ്റിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചു നോക്കിയാലോ എന്നായി അഗസ്റ്റിൻ സാർ. എടത്തുവായിൽ നിന്നു വന്ന എൽസമ്മയുടെ അപ്പനും ആങ്ങളമാരും വീട്ടുവളപ്പിൽ നിന്നുകൊണ്ട് എൽസമ്മയും മക്കളുമായി കൂടിയാലോചന നടത്തുന്നുണ്ടായിരുന്നു. അഗസ്റ്റിൻ സാറും മാത്തുക്കുട്ടിയും കൂടി അങ്ങോട്ട് ചെന്ന് അവരോടൊപ്പം കൂടി എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നാരഞ്ഞു. എന്തു പരിഹാരമാ? കടം തീർത്തടയ്ക്കണം. എൽസമ്മയുടെ അപ്പൻ ചാണ്ടിച്ചൻ പറഞ്ഞു. ബാങ്കിൻ്റെ കടം തീർത്തടയ്ക്കണം. ജപ്തി കഴിഞ്ഞു. ഇനി നീക്കുപോക്കൊന്നും നടക്കില്ല. കുറച്ചു മുൻപേ പറഞ്ഞിരുന്നെങ്കിൽ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ഓർഡർ വാങ്ങായിരുന്നു. ഇനിയിപ്പം അതും പറ്റത്തില്ല. ബാങ്കുകാർക്ക് കാരക്കാട്ട് ബംഗ്ലാവ് പുഴുങ്ങി തിന്നാനൊന്നും പറ്റത്തില്ലല്ലോ, അഗസ്റ്റിൻ സാർ പറഞ്ഞു. അവർക്ക് മുതലും പലിശയും കിട്ടണമെങ്കിൽ ഇത് ലേലം ചെയ്തു വിൽക്കണം. ആ ലേല നടപടിക്ക് ഒരു സ്റ്റേ ഓർഡർ കൊണ്ടുവരാൻ പറ്റില്ലേ? ബാങ്കുകാർക്ക് വിൽക്കാൻ മനസ്സില്ലെങ്കിലോ? ചാണ്ടിച്ചൻ ചോദിച്ചു. പിന്നെ അവരിത് എന്നാ ചെയ്യാനാ? 4-4.5 കോടി രൂപയുടെ കടം ഇങ്ങനെ ഡെഡ് മണിയായിട്ട് കിടന്ന അവർക്കെന്താ മെച്ചം? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയല്ലേ ഇത്?
അവർക്ക് ലോണും പലിശയും പൈസയായിട്ട് തന്നെ കിട്ടുന്നത ലാഭം. നമ്മൾ മുൻകൈയെടുത്ത് വാങ്ങാൻ ആളെ കണ്ടുപിടിച്ച് വിൽക്കാൻ ഏർപ്പാടാക്കിയ ബാങ്കിൻ്റെ കടവും പലിശയും കഴിച്ച് ബാക്കി പൈസ നമുക്ക് കിട്ടും. വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കാം. ബാങ്കുകാരനിത് ലേലത്തിനും വെക്കത്തില്ല, വിക്കത്തുമില്ലെങ്കിലോ? വർഗീസ് തരകൻ ചോദിച്ചു. അതെന്നെ അങ്ങനെ? ചാണ്ടിച്ചൻ്റെ നെറ്റി ചുളിഞ്ഞു. ശൗരിക്കുട്ടി സമ്മതിക്കത്തില്ലെന്ന്. ശൗരിക്കെന്താണ് ഇവിടെ കാര്യമെന്ന ഞാൻ ചോദിക്കുന്നത്? ബാങ്കുകാരുടെ ഗുണ്ടയാണോ അവൻ? അവനാണ് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ്. വർഗീസ് തരകൻ പറഞ്ഞു. മനസ്സിലായില്ല. അഗസ്റ്റിൻ സാറിൻ്റെ കണ്ണുകൾ ചുരുങ്ങിച്ചെറുതായി. അവനാണ് ഇവിടെ ബാങ്ക് കൊണ്ടുവന്ന് നടത്തിയതും സൈമൺ ചേട്ടനെ കൊണ്ട് ലോൺ എടുപ്പിച്ചതും ബോട്ടുകളും പുതിയ ബെൻസ് കാറുമൊക്കെ വാങ്ങിപ്പിച്ചതും ഐസ് പ്ലാന്റും ഫാക്ടറിയും പണിയിപ്പിച്ചതും എല്ലാം വർഗീസ് തരകൻ വെളിപ്പെടുത്തി. ശൗരി പറഞ്ഞിട്ട് ചെയ്തതാണോ സൈമൺ ചേട്ടൻ ഇതെല്ലാം? മാത്തുക്കുട്ടി ആശ്ചര്യപ്പെട്ടു. അവൻ നേരിട്ട് പറഞ്ഞ സൈമൺ ചേട്ടൻ ചെയ്യുവോ? കീരിയും പാമ്പുമാണല്ലോ രണ്ടുപേരും. കണ്ട കടിച്ചു കീറാൻ നിൽക്കുവല്ലേ? ശൗരി പുറകെ നിന്നോണ്ട് അവൻ്റെ ആൾക്കാരെ വെച്ച് ചെയ്യിച്ചതാണ്. സൈമൺ ചേട്ടൻ ഇത്രയ്ക്ക് പൊട്ടനായി പോയോ? ഇതൊന്നും മനസ്സിലായില്ലേ? മാത്തുക്കുട്ടി ചോദിച്ചു. ആർക്കും മനസ്സിലായില്ലല്ലോ ശൗരിയാണ് കളിക്കുന്നതെന്ന്. അവനെ തോപ്പിക്കാൻ വേണ്ടി അവൻ തന്നെ സൈമൺ ചേട്ടനെ എരികേറ്റി. ചേട്ടനെ കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ മുന്തിയ തരം ബോട്ടുകൾ വാങ്ങിപ്പിച്ചു. എന്നിട്ട് അവൻ തന്നെ അത് മുക്കി. വില കൂടിയ ബെൻസ് കാർ വാങ്ങിപ്പിച്ചതിൻ്റെയും ഫാക്ടറിയും ഐസ് പ്ലാന്റും പണിയിപ്പിച്ചതിൻ്റെയും ഒക്കെ പുറകിൽ അവൻ്റെ ബുദ്ധിയാ. അവനെ തോപ്പിക്കാൻ വേണ്ടി ഇങ്ങനെല്ലാം സൈമൺ ചേട്ടൻ ചെയ്യണമെന്ന് അവൻ തന്നെ വരുത്തി തീർത്തത്. വർഗീസ് തരകൻ പറഞ്ഞു. ആ ചൂണ്ട സൈമൺ ചേട്ടൻ കണ്ണുമടച്ചു കുത്തി. ഇനിയിപ്പോൾ ഇതിന്ന് ഊരണമെങ്കിൽ അവൻ തന്നെ ഊരിവിടണം. ഇപ്പോഴാണ് എല്ലാവർക്കും പ്രശ്നങ്ങളുടെ അടിയൊഴുക്ക് ബോധ്യപ്പെട്ടത്. അവനോട് ഒന്ന് സംസാരിച്ചാലോ? മാത്തുക്കുട്ടി അഭിപ്രായപ്പെട്ടു. ഒന്നുമല്ലെങ്കിലും സൈമൺ ചേട്ടൻ്റെ രക്തത്തിൽ പിറന്നവനല്ലേ സ്വന്തം മകൻ. അത് കേട്ടതും സൈമൺ തരകൻ്റെ മുഖം വിളറി വെളുത്തു. എൽസമ്മയ്ക്ക് ആ ജപ്തി നടപടിയേക്കാൾ വലിയ നാണക്കേട് തോന്നി. സൈമൺ തരകൻ്റെ മക്കൾ മറ്റെങ്ങോട്ടോ മുഖം തിരിച്ചു. ചാണ്ടിച്ചനും വല്ലാത്തൊരു ജാള്യമുണ്ടായി. മറ്റേതെങ്കിലും സന്ദർഭത്തിലാണ് മാത്തുക്കുട്ടി ഇത് പറഞ്ഞതെങ്കിൽ സൈമൺ തരകൻ അയാളുടെ തന്തയ്ക്ക് വിളിക്കുകയും ആട്ടിപ്പുറത്താക്കുകയും ചെയ്തേനെ. ഒന്ന് സംസാരിച്ചു നോക്കിയാലോ? വർഗീസ് തരകൻ പ്രോത്സാഹിപ്പിച്ചു. മനസ്സലിവുള്ളവനാണ് ശൗരിക്കുട്ടി. ഒരുപാട് പേരെ അവൻ സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. കഴുത്തറപ്പനൊന്നുമല്ലവൻ. അത് വേണ്ട, എൽസമ്മ വേറോടെ പറഞ്ഞു. ഞങ്ങളെ തറ പറ്റിക്കാൻ വേണ്ടിയാ അവനിതെല്ലാം ചെയ്തു കൂട്ടിയത്. അവൻ്റെ മുന്നിൽ മാത്രം കാലുപിടിക്കാൻ പോകണ്ട. ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ എന്താ വഴി? അഗസ്റ്റിൻ സാർ നെറ്റിതിരുമ്മി. സ്വല്പം സാവകാശം തരാൻ പറ്റില്ലെന്ന് അവനോടൊന്ന് ചോദിച്ചു നോക്കുന്നതുകൊണ്ട് എന്താ തരക്കേട്? ആര് ചോദിക്കും? എൽസമ്മ ചെറഞ്ഞു നിന്നു. വേറെ ആര് ചോദിച്ചിട്ടും ഒരു കാര്യവുമില്ല. ചോദിക്കുന്നെങ്കിൽ സൈമൺ ചേട്ടൻ തന്നെ ചോദിക്കണം. അവനറിയാലോ ചോദിക്കുന്നത് ആരാണെന്ന്. ഒന്നുമല്ലെങ്കിലും അവൻ്റെ തന്തയല്ലേ. ആ തന്തയുടെ ചെകിട്ടത്തടിച്ചവനവൻ. എൽസമ്മ ചീറി. അവനെന്തെങ്കിലും ന്യായമായ കാരണം കാണും, അല്ലാതെ അവൻ വെറുതെ അടിക്കത്തില്ല. വർഗീസ് തരകൻ പറഞ്ഞു. സൈമൺ ചേട്ടാ, എന്തായിരുന്നു കാരണം? മാത്തുക്കുട്ടി തിരക്കി. അപമാനത്തിൻ്റെ ചെളിയിൽ പൊതിഞ്ഞുപോയ മുഖം സൈമൺ തരകൻ ഉയർത്തി. അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടെന്താ കാര്യം? പറയാതെങ്ങനാ? ഇതൊഴിവാക്കാൻ നോക്കണ്ടേ? ഇല്ലെങ്കിൽ നാണം കെട്ട് നാറും. നാളെ ലോകം മുഴുവൻ അറിയും. സ്വന്തം അപ്പൻ്റെ വീട് മകൻ ജപ്തി ചെയ്ത് ഇറക്കിവിട്ടെന്ന്. പിന്നെ ജീവിച്ചിരിക്കണോ? അത് നേരായ വഴിയിലുണ്ടായ മകനാണെങ്കിൽ വേണ്ടില്ല, പിഴച്ചുണ്ടായവൻ. ഇപ്പോഴാണെങ്കിൽ അവൻ്റെ അടുത്ത് ചെന്ന് ഒന്ന് താഴ്ന്നു പറഞ്ഞാൽ അവൻ ചിലപ്പം ക്ഷമിച്ചേക്കും. അതിനു വേണ്ടിയ മാത്തുക്കുട്ടി അവൻ ഇതെല്ലാം ചെയ്തു വെച്ചത്. എന്നെക്കൊണ്ട് അവൻ്റെ കാല് പിടിപ്പിക്കാൻ. കഴിഞ്ഞ 24 കൊല്ലമായിട്ട് കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് നടന്നവൻ്റെ കാല് ഞാൻ പിടിക്കണോ? എൻ്റെ ചെകിട്ടത്തടിച്ചവൻ്റെ കാല് പിടിക്കണോ? എന്തിനാണ് ചെകിട്ടത്തടിച്ചതെന്ന് പറഞ്ഞില്ലല്ലോ? അഗസ്റ്റിൻ സാർ ചോദിച്ചു. അവൻ എൻ്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് എൻ്റെ മുഖത്തോട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, നിങ്ങളെൻ്റെ തന്തയാണോന്ന്? ഇപ്പം പറയണമെന്ന്, പിന്നെ മാറ്റിപ്പറയില്ലെന്ന്. സൈമൺ ചേട്ടൻ അല്ലെന്ന് പറഞ്ഞു കാണും, മാത്തുക്കുട്ടി ചോദിച്ചു. ആ, അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പം അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അടിന്യായം. എന്നാൽ പിന്നെ കാല് പിടിക്കാൻ പോകാതിരിക്കുക നല്ലത്, മാത്തുക്കുട്ടി അഭിപ്രായപ്പെട്ടു. പിന്നെങ്ങോട്ട് പോകും? ചാണ്ടിച്ചൻ ചോദിച്ചു. കെട്ടിയവളെയും മക്കളെയും വിളിച്ചോണ്ട് ഇവിടെ നിന്നിറങ്ങിയ എവിടെ പോയി താമസിക്കും? കയറിക്കിടക്കാൻ വീടുണ്ടോ? തൽക്കാലം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം ചാണ്ടിച്ചായ, അഗസ്റ്റിൻ സാർ പറഞ്ഞു. നിങ്ങളുടെ മോളും ഭർത്താവും മക്കളുമല്ലേ? എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോകാം. ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റത്തില്ല, ചാണ്ടിച്ചൻ പറഞ്ഞു. അതെന്നാ വർത്തമാനമാ ചാണ്ടിച്ചായ? ഇതുപോലൊരു ആപത്ത് വരുമ്പോഴല്ലേ സഹായിക്കേണ്ടത്, അല്ലെങ്കിൽ പിന്നെന്തിനാ ബന്ധങ്ങൾ? എന്തോന്നു ബന്ധം? എൻ്റെ മോളെ കെട്ടിച്ചു കൊടുത്തോന്നൊരു ബന്ധമേ ഉള്ളൂ.
അതിന് കഴിഞ്ഞ 35 കൊല്ലമായിട്ട് ഞാൻ തെറി കേട്ടോണ്ടിരിക്കുകയാണ്. എന്നെയും എൻ്റെ ഭാര്യയെയും മക്കളെയും പറഞ്ഞത്രയും തെറി ഇയാൾ ലോകത്ത് ബാക്കി എല്ലാവരോടും കൂടെ പറഞ്ഞിട്ടില്ല. ചാണ്ടിച്ചൻ അമർഷത്തോടെ പറഞ്ഞു. ഇപ്പം ആരുടെ മുൻപിലാ ഇയാൾ തോറ്റു നിൽക്കണതെന്ന് നിങ്ങളെല്ലാവർക്കും അറിയാമല്ലോ. ആരാ ഈ ശൗരി? അവൻ എങ്ങനുണ്ടായി? എൻ്റെ മോള് ചത്തിട്ടൊന്നുമില്ല. അവൾ ജീവനോടിരിക്കുമ്പം, അവൾ പ്രസവിച്ച മക്കള് ജീവനോടിരിക്കുമ്പം മറുവശത്ത് ഒരുത്തൻ വളർന്നു വരികയാ. അവരുടെ കൺമുന്നില് തന്തയ്ക്ക് പിറക്കാത്തവൻ. സഹിക്കോ ഒരു പെണ്ണിന്? ഇപ്പം മനസ്സിലായോ ആരാ തന്തയ്ക്ക് പിറക്കാത്തവനെന്ന്? എൻ്റെ മോൾക്ക് ഒരാപത്ത് വന്നെന്ന് കേട്ടിട്ട് ഓടി വന്നതാ ഞാൻ. എനിക്ക് അവളെ മാത്രം മതി. ബാക്കിയുള്ള പോക്കരികളെ ഞാൻ എന്തിനാ ചുമക്കണത്? ഞാനും വരുന്നില്ല പപ്പയുടെ കൂടെ. എൻ്റെ കെട്ടിയവനും മക്കളും എവിടെയോ അവിടെയാ ഞാനും. കടത്തിണ്ണയിലാണെങ്കിൽ അവിടെ. എൽസമ്മ തീർത്തു പറഞ്ഞു. നീ അനുഭവിച്ചു തീർന്നിട്ടില്ല മോളെ. ഇനിയും ഒരുപാട് അനുഭവിക്കാനുണ്ട്. ഞാൻ അങ്ങനെ സമാധാനിച്ചോളാം, ചാണ്ടിച്ചൻ പറഞ്ഞു. മാത്തുക്കുട്ടിയും അഗസ്റ്റിൻ സാറും വർഗീസ് തരകനും മറ്റു ചില പ്രമാണിമാരും കൂടി സൈമൺ തരകനെ വിളിച്ചു മാറ്റി നിർത്തി നിരന്തരമായി ഉപദേശിച്ചുകൊണ്ടിരുന്നു. ഒത്തിരി കിഴിയാനൊന്നും പോകണ്ട. അവനോട് നേരിട്ട് ചെന്ന് പറ. 1-2 ആഴ്ച കൂടി സാവകാശം തരാൻ പറ. അതിനകം നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഒന്നുമല്ലെങ്കിലും സ്വന്തം മകനല്ലേ. ആ ബോധം അവൻ്റെ ഉള്ളിലും കാണുമല്ലോ. ഇവിടുന്നിറങ്ങി തെണ്ടിത്തിരിഞ്ഞു നടക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാ. സ്വന്തം ഭാര്യ വീട്ടുകാർ പോലും തഴഞ്ഞില്ലേ. ഇങ്ങനെയെല്ലാം ഓരോരുത്തർ മാറി മാറി പറഞ്ഞു പറഞ്ഞ് സൈമൺ തരകൻ്റെ മനസ്സിലും ഒരിടർച്ചയുണ്ടായി. എന്നാലും അവൻ്റെ അടുത്ത് അവനെതിരെ ഞാൻ ചെയ്തതെല്ലാം അവനറിയാമല്ലോ. സൈമൺ തരകൻ ധർമ്മസങ്കടത്തിൽ പറഞ്ഞു. അത് പോട്ടെന്ന്. കാലൊന്നും പിടിക്കണ്ട. അവനോട് കാര്യം പറ. കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ കേൾക്കട്ടെ. ആരെങ്കിലും എൻ്റെ കൂടെ വാ. അങ്ങനെ മാത്തുക്കുട്ടിയും അഗസ്റ്റിൻ സാറും വർഗീസ് തരകനും കൂടി പൂച്ചയ്ക്ക് കയറിട്ട് കൊണ്ടുപോകുന്ന പോലെ സൈമൺ തരകനെ ശൗരിക്കുട്ടി നിൽക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആളുകൾ ചുറ്റും കൂടുന്നതിനു മുൻപ് പെട്ടെന്ന് കാര്യം പറഞ്ഞേക്കണം, മാത്തുക്കുട്ടി നിർദ്ദേശിച്ചു. ശൗരി അഡ്വക്കറ്റും ബേബി കുരുവിളയുമായി സംസാരിച്ചുകൊണ്ട് മുറ്റത്തിൻ്റെ നടുക്ക് തന്നെ നിൽപ്പുണ്ടായിരുന്നു. സൈമൺ തരകനും കൂട്ടരും അവൻ്റെ മുന്നിലെത്തി. സൈമൺ ചേട്ടന് ശൗരിക്കുട്ടിയോട് എന്തോ പറയാനുണ്ടെന്ന് മാത്തുക്കുട്ടി അറിയിച്ചു. ശൗരി സൈമൺ തരകനെ സൂക്ഷിച്ചു നോക്കി. പല ചിത്രങ്ങൾ നിറവും വ്യക്തതയും നഷ്ടപ്പെട്ട് അവൻ്റെ ഓർമ്മയിൽ മങ്ങിമറിഞ്ഞു. പറ സൈമൺ ചേട്ടാ. മാത്തുക്കുട്ടി സൈമൺ തരകൻ്റെ കൈ തോണ്ടി. സൈമൺ തരകൻ ശൗരിയെ നോക്കി. നിനക്ക് ഈ വീടും പുരയിടവും വേണമെങ്കിൽ എടുത്തോ. ഇതിനൊരു വിലയിട്ടിട്ട് കടം കിഴിച്ച് ബാക്കിയിങ്ങ് തന്നാ മതി. ഞാനിത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ശൗരിക്കുട്ടി പറഞ്ഞു. ബാക്കിയൊന്നും തരാനും ഉദ്ദേശിക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ എൻ്റെ കയ്യിൽ വെച്ചോണ്ടിരിക്കാനാ എനിക്ക് താല്പര്യം. അങ്ങനെ പറ്റത്തില്ലല്ലോ. ജപ്തി ചെയ്ത വസ്തു ലേലത്തിന് വെക്കണ്ടേ? സൈമൺ തരകൻ ചോദിച്ചു. പറ്റത്തില്ലെന്ന് പറയണ്ട. എന്നെക്കൊണ്ട് പറ്റും. ഞാനിത് ലേലത്തിന് വെക്കണില്ല. ശൗരിക്കുട്ടി, എന്തെങ്കിലും ഒരു ഇളവ് ചെയ്തു കൊടുക്ക്. അന്യനല്ലല്ലോ. കുറച്ച് ദിവസം കൂടി അവധി നീട്ടിക്കൊടുത്തുകൂടെ? ജപ്തിന്ന് തൽക്കാലം ഒരൊഴിവ്. മാത്തുക്കുട്ടി അപേക്ഷാ സ്വരത്തിൽ പറഞ്ഞു. ജപ്തി കഴിഞ്ഞു. ഇനി അതിന് മാറ്റമൊന്നും വരുത്താൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ താമസിപ്പിക്കണ കാര്യം, അതൊട്ടും പറ്റത്തില്ല. ഞാൻ എന്തിന് ഇവരെയൊക്കെ ഇവിടെ താമസിപ്പിക്കണത്? ഇവരെൻ്റെ ആരാ? ശൗരിയും സൈമൺ തരകനും തമ്മിൽ സംസാരിക്കുകയാണെന്ന് കണ്ട് ആളുകൾ അവർക്ക് ചുറ്റും വന്നു കൂടിക്കൊണ്ടിരുന്നു. സൈമൺ ചേട്ടൻ നിന്റെ ആരാണെന്ന് നിനക്കും അറിയാം. നീ സൈമൺ ചേട്ടൻ്റെ ആരാണെന്ന് സൈമൺ ചേട്ടനും അറിയാം. വെറുതെ എന്തിനാ പല്ലിട കുത്തി മണപ്പിക്കണത്? എന്നാ ഇയാൾ പറയട്ടെ ഞാൻ ആരാണെന്ന്. ശൗരിയുടെ ഒച്ച ഉയർന്നു. താൻ പറയടോ, താൻ എൻ്റെ ആരാ? ആ ചോദ്യം വീണതോടെ ആൾക്കൂട്ടം നിശബ്ദമായി. എല്ലാവരും സൈമൺ തരകനെ നോക്കി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തൻ്റെ ആരാ? സൈമൺ തരകൻ്റെ മുഖം പതിയെ താണു. അയാൾ മെല്ലെ തിരിഞ്ഞു. ശൗരിക്കുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരമുണ്ടായില്ല. സൈമൺ തരകൻ തിരിഞ്ഞു നടന്നു. എൽസമ്മയും മക്കളും നിൽക്കുന്നിടത്തേക്ക് വന്നു. പോകാം, അയാൾ പറഞ്ഞു. എങ്ങോട്ടെന്ന് ആരും ചോദിച്ചില്ല. സൈമൺ തരകൻ മുൻപേ നടന്ന് കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ വളപ്പിനപ്പുറം കിടന്നു. പുറകെ എൽസമ്മ. ചാണ്ടിച്ചൻ എൽസമ്മയെ വിളിച്ച് തൻ്റെ കൂടെ വരാൻ പറഞ്ഞെങ്കിലും അവർ ഭർത്താവിൻ്റെ കാലടികളെ പിന്തുടർന്ന് നടന്നുപോയി. പിന്നാലെ മറ്റുള്ളവരും. ശൗരിയോട് കാരക്കാട്ട് ബംഗ്ലാവിലെ വീട്ടുപകരണങ്ങളും കുടുംബാംഗങ്ങളുടെ വസ്ത്രങ്ങൾ, രേഖകൾ, ആഭരണങ്ങൾ, വാഹനങ്ങൾ എന്നിവയും വിട്ടു നൽകണമെന്ന് വാദിക്കുകയായിരുന്നു എൽസമ്മയുടെ ആങ്ങളമാർ. എല്ലാത്തിനും മാനേജർ ബേബി കുരുവിള മറുപടി പറയുമെന്ന് പറഞ്ഞ് ശൗരിക്കുട്ടി ഒഴിഞ്ഞുമാറി. എൽസമ്മയുടെ ആങ്ങളമാർ ബേബി കുരുവിളയെ സമീപിച്ചു. ജപ്തി നടപടി ഇമ്മൂവബിൾ ആൻഡ് മൂവബിൾ പ്രോപ്പർട്ടീസിനെല്ലാം ബാധകമാണ്. പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് വല്ലതുമുണ്ടെങ്കിൽ ഉടമകൾക്ക് തിരിച്ചു കൊടുക്കും. ഉദാഹരണത്തിന് സർട്ടിഫിക്കറ്റ്സ്, ID കാർഡ്സ് തുടങ്ങിയവ. ബേബി കുരുവിള വിശദീകരിച്ചു. ബാങ്കിൻ്റെ ആളുകൾ ഒഴികെയുള്ളവരെല്ലാം
കോമ്പൗണ്ട് വിട്ടു പോകണമെന്ന് പറഞ്ഞ് ശൗരിക്കുട്ടിയുടെ ആളുകൾ ആൾക്കൂട്ടത്തെ വീട്ടുവളപ്പിനുള്ളിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. അരമണിക്കൂറിനുള്ളിൽ എല്ലാവരെയും മതിൽക്കെട്ടിന് വെളിയിലാക്കി. ഒരു വെളുത്ത ഇന്നോവ കാർ ഇഷ്ടിക പാകിയ പാതയിലൂടെ വരുന്നുണ്ടായിരുന്നു. അത് ഗേറ്റ് കിടന്ന് സിറ്റൗട്ടിന് മുൻപിൽ വന്നു നിന്നു. അതിനുള്ളിൽ നിന്ന് കുഞ്ഞന്നയും ഡെന്നിച്ചനും ഷീബയും ജാനറ്റും ഭർത്താവും ആഞ്ചലോസും ഇറങ്ങി. ഇറങ്ങാൻ മടിച്ചിരുന്ന എമിലിയുടെ സമീപത്തേക്ക് ശൗരിക്കുട്ടി ചെന്നു. അമ്മ, ഇറങ്ങി വാ. അവൻ ഡോർ തുറന്നു പിടിച്ച് എമിലിയെ കൈപിടിച്ച് ഇറക്കി. എന്നിട്ട് കാരക്കാട്ട് ബംഗ്ലാവിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് അമ്മയ്ക്ക് വേണ്ടിയാ, എൻ്റെ സമ്മാനമ്മ. ഈ ഒരു ദിവസത്തിനു വേണ്ടിയാ ശൗരിക്കുട്ടി ഇതുവരെ ജീവിച്ചത്. എനിക്കിത് എന്തിനാണ് മോനെ? ഞാൻ എന്നാ ചെയ്തിട്ടാ? ഞാനിതൊന്നും ഒരിക്കലും ആശിച്ചിട്ട് പോലുമില്ല. തന്തയില്ലാത്ത എന്നെ പെറ്റു വളർത്തിയില്ലേ? ആർക്കും വേണ്ടാഞ്ഞിട്ടും കളയാതെ മുറുകെ പിടിച്ചില്ലേ? ശൗരിക്കുട്ടിയുടെ കണ്ടമിടറി. എമിലിയുടെ കണ്ണു നിറഞ്ഞു. ഞാൻ നിന്നെ വളർത്തിയെങ്കിൽ അത് നീ എൻ്റെ മകനായതുകൊണ്ടാണ്. എനിക്ക് നീയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് കോടീശ്വരിയൊന്നും ആകണ്ട. നിന്റെ അമ്മയായിരുന്നാൽ മതി. നിന്നെ മതി എനിക്ക്. ഇതൊന്നും എനിക്ക് വേണ്ട കേട്ടോ. അമ്മ വാ. ശൗരിക്കുട്ടി എമിലിയുടെ കൈപിടിച്ച് കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ സിറ്റൗട്ടിലേക്ക് നടത്തി. പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് പുതിയ താഴും പൂട്ടും തുറന്നു. വാതിൽ മലർക്കെ തുറന്നിട്ട് കൈപിടിച്ച് എമിലിയെ അകത്തേക്ക് ആനയിച്ചു. ഡെന്നിച്ചൻ കുഞ്ഞിനെയെ താങ്ങിപ്പിടിച്ച് കാരക്കാട്ട് ബംഗ്ലാവിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. പുറകെ മറ്റു കുടുംബാംഗങ്ങളും കയറി. വാതിൽ തുറന്നു തന്നെ കിടന്നു. സഡൻ ബ്രേക്ക് ഇട്ടതിനാൽ മുറ്റത്തെ പൂഴിമണലിൽ തെന്നിയാണ് മൈക്കേലിൻ്റെ ബൈക്ക് നിന്നത്. അവൻ ബൈക്കിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പാഞ്ഞു കയറി. ലൈസാമ്മയെയും മേബിളിനെയും വിളിച്ച് അവൻ പറഞ്ഞു, ശൗരിക്കുട്ടി കാരക്കാട്ട് ബംഗ്ലാവ് പിടിച്ചെടുത്തു. സൈമൺ മുതലാളിയും കുടുംബക്കാരെയും ആട്ടിപ്പുറത്താക്കി. ആണോ? ലൈസാമ്മയുടെ മുഖത്ത് അത്ഭുതം വിരിഞ്ഞു. ശൗരിക്കുട്ടി ആരാ മോൻ? അവൻ പറഞ്ഞതാ, ചെയ്തതാ. ശൗരിക്കുട്ടിയുടെ അമ്മയും വല്യമ്മച്ചിയും എല്ലാവരും ഇപ്പം കാരക്കാട്ട് ബംഗ്ലാവിലുണ്ട്. ഇപ്പം അവൻ്റെയാ കാരക്കാട്ട് ബംഗ്ലാവ്. നോക്കണേ അവൻ്റെ ഒരു ബുദ്ധിയും ധൈര്യവും. ലൈസാമ്മ അതിശയത്തോടെ താടിക്ക് കൈപ്പത്തി ഊന്നി. നിനക്കെന്നതാടി ഒരു സന്തോഷമില്ലാത്ത പോലെ? മൈക്കേൽ മേബിളിനെ സൂക്ഷിച്ചു നോക്കി. എനിക്കിതൊന്നും കേട്ടാൽ വലിയ സന്തോഷം വരത്തില്ല. മേബിൾ മുഖം വീർപ്പിച്ചു. നിനക്ക് സന്തോഷം വരാൻ പിന്നെന്തോന്നു വേണം? മൈക്കേൽ അവളെ പരിഹസിച്ചു ചോദിച്ചു. കാരക്കാട്ട് ബംഗ്ലാവ് പിടിച്ചെടുത്ത് അവിടെ കയറി താമസിച്ച ശൗരിക്കുട്ടിച്ചേട്ടായി വലിയ മുതലാളിയാവത്തില്ല. ശൗരിക്കുട്ടിച്ചേട്ടായിക്ക് താമസിക്കാൻ കൊള്ളുന്ന വീടല്ല അത്. അവിടുന്ന് ഇറങ്ങി ചെല്ലിക്കടപ്പുറത്ത് വന്ന് നിൽക്കണം. അയ്യോടി, എന്നിട്ട് കേക്കട്ടെ ബാക്കിയും കൂടെ, മൈക്കൽ കളിയാക്കി. എന്നിട്ട് വള്ളത്തിൽ കയറി കടലിൽ മീൻ പിടിച്ചോണ്ട് വരണം. ആ മീൻ വിറ്റ് അരി വാങ്ങണം. ആ മീൻ കറി വെച്ച് ചോറുണ്ണണം. അപ്പോഴേ ശൗരിക്കുട്ടിച്ചേട്ടായി ആവത്തുള്ളൂ. കേട്ടോ മമ്മി, ഇവള് പറയണ വർത്തമാനം പൊട്ടി. മൈക്കേൽ പരിഹസിച്ച് ചിരിച്ചു. അങ്ങനെയാണല്ലോ ഇതുവരെ ജീവിച്ചത്. അങ്ങനെയാണല്ലോ ഇവിടെ താമസിച്ചപ്പോഴും ഉണ്ടതും ഉറങ്ങിയതും, മേബിൾ പരിഭവസ്വരത്തിൽ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. ഇനി അവന് രാജയോഗമാ. നമുക്ക് കാണാം. മേബിൾ കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ പിന്തിരിഞ്ഞു പോയി. റെജീന ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ ഉടനെ ജോജോയെ വിളിച്ചു പറഞ്ഞു. ജോജോ, കാറും കൊണ്ട് കടയിൽ നിന്ന് ഇങ്ങോട്ട് വരണേ. എന്തിനാടി? ജോജോ ചോദിച്ചു. എനിക്ക് കാരക്കാട്ട് ബംഗ്ലാവ് വരെ ഒന്ന് പോണം. എന്തിനാണെന്ന് പറ. അവിടെ നിനക്കെന്താ കാര്യം? ശൗരി അവിടുള്ളവരെ എല്ലാം ഇറക്കിവിട്ട് ബംഗ്ലാവ് പിടിച്ചെടുത്തെന്ന്. ഇപ്പം അവിടെ വലിയ ടീ പാർട്ടി നടത്താൻ പോകുക. നാട്ടുകാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. പന്തലൊക്കെ ഇട്ട് വലിയ കല്യാണം പോലെ നടത്തുന്നു അത്രേ. നടത്തട്ടെ, അതിന് നിനക്കെന്താ? അവൻ്റെ അഹമ്മതി ഞാനിന്ന് തീർത്തു കൊടുത്തേക്കാം. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് വരാൻ പറ്റില്ല. ഞാനിപ്പം തോട്ടപ്പള്ളിയിൽ നിൽക്കുക. എന്നാ വരണ്ട, ഞാൻ ഓട്ടോ പിടിച്ച് പോയിക്കോളാം. റെജീന കോൾ കട്ട് ചെയ്തിട്ട് ഓട്ടോ സ്റ്റാൻഡിലെ നമ്പർ എടുത്തു. അധ്യായം 41. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് സമീപം അടഞ്ഞുകിടന്നൊരു വീട്. അഗസ്റ്റിൻ സാർ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വെറുതെ വാങ്ങിയിട്ടതാണ്. കുറച്ചു കാലം വാടകയ്ക്ക് കൊടുത്തു. കുറെ അറ്റകുറ്റപ്പണികൾ നടത്താതെ ഇനിയത് വാടകയ്ക്ക് കൊടുക്കാൻ കൊള്ളില്ലെന്നായി. മുൻപ് വാടകയ്ക്ക് താമസിച്ചിരുന്നവർ വരുത്തിക്കൂട്ടിയ നാശനഷ്ടങ്ങളാണ് അധികവും. 2 യൂറോപ്യൻ ക്ലോസറ്റുകൾ പൊട്ടിപ്പോയി. ഫ്ലഷ് ടാങ്കുകളെല്ലാം കേടായി. ഫാനുകൾ പ്രവർത്തിക്കാതെയായി. കിച്ചൺ ക്യാബിനറ്റ് പൊളിഞ്ഞ് അതിൻ്റെ ചെറുവാതിലുകൾ തൂങ്ങി. മാർബിൾ സ്ലാബിൽ കുഴുത്തുരുമ്പ് വീണ പോലെ ഉപ്പ് വീണ് ദ്രവിക്കുകയും മഞ്ഞൾ കറികൾ പുരണ്ട് നിറം കെടുകയും ചെയ്തു. വാതിലുകളും ജനൽപ്പാളികളും ചേർന്നടയുന്നില്ല. ചുമരൽമാരകളിൽ ചിതലരിച്ച് നടക്കുന്നു. ഈ വീടാണ് അഗസ്റ്റിൻ സാർ കാരക്കാട്ട് സൈമൺ തരകനും കുടുംബത്തിനും താമസിക്കാനായി വിട്ടു നൽകിയത്. വീട് നന്നാക്കി എടുത്തുകൊള്ളാൻ അനുവാദം കൊടുത്തു. വാടകയൊന്നും തരേണ്ടെന്ന ഔദാര്യവും നൽകി.
കുറെ കൂടി നല്ല വീടെടുത്ത് താമസിക്കണമെന്ന അഭിപ്രായക്കാരനായിരുന്നു റോബിനും റോയിയും. പക്ഷേ എൽസമ്മ ഇതുതന്നെ മതിയെന്നുറച്ചു. കാഴ്ചയ്ക്ക് സാമാന്യം ഭേദപ്പെട്ട വീടാണ്, അറ്റകുറ്റപ്പണികളുണ്ടെന്നേയുള്ളൂ. എന്നാലും വാടക കൊടുക്കണ്ടല്ലോ. ചാർച്ചക്കാരായതുകൊണ്ടാണ് അഗസ്റ്റിൻ സാർ ഇത്രയും ഉദാര മനസ്ഥിതി കാട്ടിയത്. അല്ലെങ്കിൽ തന്നെ കടങ്ങളിൽ മുങ്ങിപ്പോയ തങ്ങൾക്ക് ഇനി വാടക കൊടുക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ആൺമക്കൾ ചിന്തിക്കുന്നില്ല. കടങ്ങളും ദാരിദ്ര്യവും ഇല്ലായ്മകളും അവരാരും അറിഞ്ഞിട്ടേയില്ല. അതെന്താണെന്ന് ശരിക്കും അറിയാൻ പോകുന്നേയുള്ളൂ. തൽക്കാലം ആരോടെങ്കിലും കടം വാങ്ങിക്കാം, പിന്നീട് തിരിച്ചു കൊടുക്കാം എന്നായിരുന്നു അവരുടെ ധാരണ. ചില സ്നേഹിതരെ ഫോണിൽ വിളിച്ച് അവർ അത്യാവശ്യമായി കുറച്ച് പണം വേണമെന്ന് ആവശ്യപ്പെട്ടു. മുൻപ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റങ്ങൾ നടത്തിയിരുന്നവരാണ്. ഇപ്പോൾ അവർ ഓരോരോ ഒഴികഴിവുകൾ പറഞ്ഞ് പിന്മാറുന്നത് കണ്ട് റോബിനും റോയിയും ആശ്ചര്യപ്പെട്ടു. എൽസമ്മ അവരോട് പറഞ്ഞു, കാരക്കാട്ട് ബംഗ്ലാവ് ജപ്തിയായെന്നും നമ്മൾ പെരുവഴിയിലായെന്നും അറിയാവുന്ന ആരെങ്കിലും ഇനി പണം കടം തരുമോ? ജപ്തിയായതൊക്കെ ആ ശൗര്യയുടെ ഓരോ കളിയല്ലേ. നമ്മൾ ആ വീട് സ്ഥലവും തിരിച്ചു പിടിക്കില്ലേ? റോബിൻ ചോദിച്ചു. എങ്ങനെ? എൽസമ്മ മറുചോദ്യമിട്ടു. ആര് തിരിച്ചു പിടിക്കും? നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? ജോലിയുണ്ടോ? ആസ്തിയുണ്ടോ? നിങ്ങളുടെ പപ്പയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? കോടിക്കണക്കിന് രൂപയുടെ കടം മാത്രം. സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചു വളർന്ന ആൺമക്കൾക്ക് തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന വിപത്തിൻ്റെ ആഴവും വ്യാപ്തിയും അപ്പോഴും മനസ്സിലായില്ല. കാരക്കാട്ട് ബംഗ്ലാവിലേക്ക് ആളുകൾ ഓട്ടോയിലും ബൈക്കിലും സൈക്കിളിലുമൊക്കെ എത്തിക്കൊണ്ടിരുന്നു. ചെല്ലിക്കടപ്പുറത്തെ സാധാരണക്കാരായ മനുഷ്യരാണ് വന്നു ചേരുന്നത്. മുതലാളിമാരെ ആരെയും ശൗരിക്കുട്ടി ക്ഷണിച്ചിട്ടില്ല. സൈമൺ തരകനെ ഇറക്കിവിട്ട് കാരക്കാട്ട് ബംഗ്ലാവ് ജപ്തി ചെയ്ത ശൗരിക്കുട്ടിയെ അംഗീകരിക്കാനും അവൻ്റെ ക്ഷണം സ്വീകരിക്കാനും അവർക്കിപ്പോഴും മനസ്സ് വന്നിട്ടില്ല. ലൈസാമിയെയും മൈക്കിളിനെയും മേബിളിനെയും കൂട്ടിക്കൊണ്ടുവരാൻ ശൗരിക്കുട്ടി കാർ അയച്ചിട്ടുണ്ടായിരുന്നു. അവർ എത്തിച്ചേർന്നു കഴിഞ്ഞു. ആൻ്റപ്പൻ പീറ്ററും ആൺമക്കളുമുണ്ട്. ഷീബയുണ്ട്. വിൻസിയും ഭർത്താവുമുണ്ട്. എമിലിയുടെ മാതാപിതാക്കളും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. മുറ്റത്ത് കല്യാണത്തിനെന്ന പോലെ പന്തലിട്ടിട്ടുണ്ടായിരുന്നു. പന്തലിൽ കമനീയമായ മേശവിരികളാൽ അലങ്കരിച്ച വട്ടമേശകളും കുഷ്യനിട്ട കസേരകളും ക്രമീകരിച്ചിരുന്നു. കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ സിറ്റൗട്ടിൽ ഒരു താൽക്കാലിക സ്റ്റേജ് സെറ്റ് ചെയ്ത് അതിൻ്റെ 3 വശങ്ങളും വർണ്ണശബളമായ കർട്ടനുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അതിഥികൾക്കെല്ലാം ഭക്ഷണം വിളമ്പാനായി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവന്റ് മാനേജ്മെൻറ്റ് ഡ്രസ് കോഡ് ധരിച്ച യുവാക്കൾ വിവിധ കൗണ്ടറുകളിൽ വിഭവങ്ങൾ അപ്പോൾ വറുത്തും പൊരിച്ചും വേവിച്ചും ചുട്ടെടുത്തും ചൂടോടെ വിളമ്പുന്നുണ്ട്. ഗായക സംഘം എത്തിയതോടെ സ്റ്റേജിൽ നിന്ന് ഗാനാലാപനം തുടങ്ങി. സിനിമാറ്റിക് ഡാൻസുകാരും താമസം വിന എത്തിച്ചേർന്നു. രാത്രി മുഴുവൻ കാരക്കാട്ട് ബംഗ്ലാവിൽ ആഘോഷമാണ്. ചെല്ലിക്കടപ്പുറത്ത് പെരുന്നാൾ പ്രതീതിയായിരുന്നു. തമ്മിൽ കാണുന്നവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം കാരക്കാട്ട് ബംഗ്ലാവിൽ പോണില്ലേ എന്നാണ്. സൈമൺ തരകൻ്റെ വീഴ്ചയിലും ശൗരിക്കുട്ടിയുടെ വിജയത്തിലും അവരെല്ലാം സന്തോഷഭരിതരാണ്. അറിഞ്ഞില്ലേ, നമ്മുടെ ശൗരിക്കുട്ടി സൈമൺ മുതലാളീനെ തറ പറ്റിച്ചു. ആ, നമ്മൾ അറിഞ്ഞെന്ന്. ശൗരിക്കുട്ടിയുണ്ടല്ലോ, അവനൊരു 1.5 പുലിയാണ്, കടുവ. അവനെക്കൊണ്ട് പറ്റും, അവനെക്കൊണ്ടേ പറ്റത്തുള്ളെന്ന്. അതിനും വേണ്ടിയാണല്ലോ അവൻ തിരിച്ചു വന്നേക്കണത്. ചത്തുപോയിട്ട് 10 കൊല്ലം കഴിഞ്ഞ് അവൻ്റെ മനസ്സിൽ കാണുന്നത് അവൻ ചെയ്തിരിക്കും. ആരായിരുന്നു സൈമൺ മുതലാളി? അയാളെ കാരക്കാട്ട് ബംഗ്ലാവിൽ നിന്ന് അടിച്ചിറക്കി ആ ബംഗ്ലാവ് സ്വന്തമാക്കണമെങ്കിൽ ശൗരിക്കുട്ടീൻ്റെ കലിപ്പ് എന്തൊരു കലിപ്പാ! അയാൾക്ക് തന്നെ വരണം. നമ്മളെയൊക്കെ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മാതാവ് കൊടുത്ത ശിക്ഷയാ. എല്ലാത്തിനും കണക്കുണ്ടെന്നും അത് തീർത്തിട്ടേ പോകാനൊക്കത്തുള്ളെന്നും മനസ്സിലാക്കിക്കോ. അയാളുടെ സ്വന്തം മകനാണെന്ന് അറിയാമായിട്ടും കൂടിയല്ലേ അയാൾ അവനെ ചെല്ലിക്കടപ്പുറത്തിട്ട് ചവിട്ടിത്തേച്ചത്. ഇളം മനസ്സ് നൊന്ത പിന്നെ തീയ. എന്നാലും അവനെ സമ്മതിക്കണം കേട്ടോ. കാരക്കാട്ട് ബംഗ്ലാവിൽ നിന്ന് അയാളെ പടിയിറക്കി വിടണമെങ്കിൽ അവൻ എന്തൊക്കെ കളി കളിച്ചു കാണും. അവൻ്റെ തലയുണ്ടല്ലോ, ഒരസാധ്യ തലയാ. സൈമൺ മുതലാളിൻ്റെ അല്ലേ വിത്ത്. ഇങ്ങനെ പോയി ചെല്ലിക്കടപ്പുറത്തുകാരുടെ ആശ്ചര്യപ്രതികരണങ്ങൾ. ഗേറ്റ് കടന്ന് കാർ സിറ്റൗട്ടിന് നേർക്ക് തിരിഞ്ഞു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ റോസ്മേരിയുടെയും സോണിയ റോസിൻ്റെയും കണ്ണഞ്ചി. അവർ സിറ്റൗട്ടിൽ നിൽക്കുകയായിരുന്നു. കാർ നിർത്തി ചാർലി സേവ്യർ ഇറങ്ങി വന്നു. പപ്പ, അവരെവിടെയാ? സോണിയ റോസ് ജിജ്ഞാസാപരിധിയായി. അഗസ്റ്റിൻ സാറിനൊരു പഴഞ്ചൻ വീടുണ്ട്, കണിച്ചുകുളങ്ങര. അവിടെയാ. നീ വിളിച്ചില്ലേ മോളെ ഡാൻഡസിനെ? വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. എടുക്കില്ല. മാനക്കേട് കാരണം തലയും കുനിച്ച് ഇരിക്കുകയല്ലേ എല്ലാവരും, ചാർലി സേവ്യർ പറഞ്ഞു. അവർക്ക് വേറെ നല്ല വീടൊന്നും കിട്ടിയില്ലേ? റോസ്മേരി ചോദിച്ചു. എടുപിടിയിന്ന് വീട് കിട്ടുമോ? മാത്രമല്ല ജപ്തി വിവരം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ആരെങ്കിലും സഹായിക്കോ?
ചാർലി അഭിപ്രായപ്പെട്ടു. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ പപ്പ? സോണിയ ചോദിച്ചു. എന്തിന്? മനസ്സമ്മതം മുടങ്ങിയതിന് അയാൾ എന്നെ ചീത്ത വിളിച്ചത് മറന്നുപോയോ? അത് ഞാൻ സമ്മതമല്ല എന്ന് പള്ളിയിൽ പറഞ്ഞതിൻ്റെ ദേഷ്യം കാണിച്ചതല്ലേ? സോണിയ വിഷമത്തോടെ പറഞ്ഞു. നമ്മൾ എങ്ങനെ സഹായിക്കാനാ? കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ട്. അത് വീട്ടാൻ പറ്റുമോ നമുക്ക്? വീട് വാങ്ങിച്ചു കൊടുക്കാനും പറ്റുമോ? അതൊന്നും വേണ്ട. ചെറിയ തോതിൽ എന്തെങ്കിലും സഹായം, 5-10 ലക്ഷം രൂപയോ അതല്ലെങ്കിൽ താമസ സൗകര്യമോ. സോണിയ അപേക്ഷാ സ്വരത്തിലാണ് പറഞ്ഞത്. പൊളിഞ്ഞു നിൽക്കുന്നവന് പൈസ കടം കൊടുത്താൽ തിരിച്ചു കിട്ടുമോ? അല്ലെങ്കിൽ വേണ്ട, തൽക്കാലം ഇവിടെ താമസിപ്പിച്ചാലോ? അതൊന്നും ശാശ്വതമല്ല മോളെ. ഇതൊക്കെ നേരത്തെ നോക്കണമായിരുന്നു. തന്നെത്താൻ വരുത്തിവെച്ച കടമല്ലേ? കൊച്ചുകുട്ടിയൊന്നുമല്ലായിരുന്നല്ലോ സൈമൺ ചേട്ടൻ കടം വാങ്ങി കളിച്ച നേരത്ത്. അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. പപ്പ, ഡാൻഡസ് എന്ത് ചെയ്തിട്ടാ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നേ? സോണിയ ചോദിച്ചു. അവൻ ചെയ്തില്ലെങ്കിൽ അവൻ്റെ അപ്പൻ ചെയ്തില്ലേ? ശൗരിക്കുട്ടി അവരെ പറ്റിച്ചതുകൊണ്ടല്ലേ പപ്പ? സൈമൺ അങ്കിളിനെയും ശൗരിക്കുട്ടിയല്ലേ ഇങ്ങനെയാക്കിയത്? ഈ ശൗരിക്കുട്ടി എങ്ങനെയാ ഉണ്ടായത്? അതാദ്യം ചിന്തിക്ക്. ഭൂമിക്കടിയിന്ന് പൊട്ടിമുളച്ചതൊന്നുമല്ലല്ലോ. സൈമൺ തരകൻ സൃഷ്ടിച്ചു വിട്ടതല്ലേ? അതും നേരായ വഴിക്കാണോ? അല്ല. ഒരു പെണ്ണിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതി ചെയ്തിട്ട് അതിൻ്റെ ഫലമാ അയാൾ അനുഭവിക്കുന്നേ. അപ്പം ശൗരിക്കുട്ടി എന്നോട് ചെയ്തതോ? ഞാൻ എന്തു തെറ്റ് ചെയ്തിട്ടാ എൻ്റെ കല്യാണം മുടക്കിയത്? അതിൻ്റെ ഫലം അവൻ അനുഭവിക്കും, ചാർലി പ്രവചിച്ചു. ഓ, അന്നാ കല്യാണം മുടങ്ങിയത് നന്നായി, റോസ്മേരി പറഞ്ഞു. ഇല്ലെങ്കിൽ നീയും കൂടി അവൻ്റെ ഒപ്പം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നേനെ. അതിന് കല്യാണം നിശ്ചയിച്ച ഡേറ്റ് ആയില്ലല്ലോ, സോണിയ ഓർമ്മപ്പെടുത്തി. എന്തായാലും അത് നടക്കാതിരുന്നത് നന്നായി. സൈമൺ ചേട്ടൻ കടം കയറി മുങ്ങി നിൽക്കുവാണെന്ന് എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. അയാളും കുടുംബവും പെരുവഴിയിലിറങ്ങി തെണ്ടേണ്ടി വരുമെന്ന് ശൗരി പറഞ്ഞപ്പോൾ നമ്മളാരും വിശ്വസിച്ചില്ല. അവൻ പറഞ്ഞ പോലെ സംഭവിച്ചില്ലേ? ചാർലി മകളോട് ചോദിച്ചു. ഇതെല്ലാം ചെയ്യിച്ചത് ശൗരിക്കുട്ടിയല്ലേ പപ്പ? അവനോട് കളിച്ച അങ്ങനെ ഇരിക്കും. അവനെ കടലിൽ വെച്ച് കൊല്ലാൻ സൈമൺ ചേട്ടൻ കൊട്ടേഷൻ കൊടുത്തതൊക്കെ എനിക്കും അറിയാം. അതിൻ്റെയൊക്കെ തിരിച്ചടി അവൻ കൊടുത്തെന്ന് കരുതിയാൽ മതി. ചാർലി വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇനി ഏതായാലും നീ ഡാൻഡസിൻ്റെ കാര്യമങ്ങ് മറന്നാക്ക്, അതാ നല്ലത്, റോസ്മേരിയും പറഞ്ഞു. എന്നിട്ട് ഭർത്താവിനെ അനുഗമിച്ചു. സോണിയ നോക്കി നിന്നു വിദൂരതയിലേക്ക്. ഡാൻഡസ് ഇപ്പറഞ്ഞതിനൊന്നും ഉത്തരവാദിയല്ലെന്ന് അവൾക്കറിയാം. അവൻ നിഷ്കളങ്കനാണ്. ദൈവത്തിൻ്റെ വരദാനം കിട്ടിയ കലാകാരനാണ്. ഭൂമിയിലെ വൃത്തികെട്ട മനുഷ്യർ ചതിയുടെയും വഞ്ചനയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും കരുക്കൾ നിരത്തി കളിക്കുന്ന കളികളിലൊന്നും അവന് പങ്കില്ല. അവന് അതൊന്നും അറിയില്ല. അവനെ ആര് രക്ഷിക്കും? നിസ്സഹായതയുടെ അടിത്തട്ടിൽ നിന്ന് അവൾ മുകളിലേക്ക് നോക്കി. ഇരുണ്ട ശൂന്യത മാത്രമേ അവൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. അവളുടെ മിഴികളിൽ നീർമണി ഉരുണ്ടുകൂടി. രാത്രിയായതോടെ കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ വളപ്പും പന്തലും റോഡും ആളുകളെ കൊണ്ട് നിറഞ്ഞു. പന്തലിലിരുന്നും നിന്നും ധാരാളം പേർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ബിരിയാണിയും ചോറും ചപ്പാത്തിയും പത്തിരിയും ദോശയും ഇഡ്ഡലിയും വെള്ളയപ്പവും കപ്പയും പൊറോട്ടയും ചിക്കനും മീനും ബീഫും പോർക്കും, അങ്ങനെ എല്ലാ തരം വിഭവങ്ങളുമുണ്ട്. സിറ്റൗട്ടിലെ സ്റ്റേജിൽ ഗാനമേളയും ഇടയ്ക്കിടെ സിനിമാറ്റിക് ഡാൻസുമുണ്ട്. വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ പ്രശോഭിതമാണ് പന്തലും സ്റ്റേജും വീടും. എമിലി ഇതിൽ നിന്നെല്ലാം വേറിട്ട് വീടിൻ്റെ പിന്നാമ്പുറത്ത് കടലിന് അഭിമുഖമായുള്ള വരാന്തയിൽ വന്നു നിൽക്കുകയായിരുന്നു. ബംഗ്ലാവിൻ്റെ പിന്നിലെ ബീച്ച് മിക്കവാറും കടലെടുത്ത് പോയതിനാൽ കടൽ വളരെ അടുത്താണെന്ന് എമിലിക്ക് തോന്നി. എമിലിയുടെ മനസ്സിൽ നാനാതരം ചിന്തകളുടെ വേലിയേറ്റം നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കാലം അവൾ ഓർമ്മിച്ചു. കുട്ടിയായിരുന്ന കാലഘട്ടം. അന്ന് കടലും കടപ്പുറവും കൗതുകങ്ങളും ചിലപ്പോൾ ആശ്ചര്യജനകവുമായിരുന്നു. ആഞ്ചലോസിൻ്റെ ഭാര്യയായി ചെല്ലിക്കടപ്പുറത്ത് വന്ന കാലത്ത് കടലും കടപ്പുറവും ജീവിതത്തിൻ്റെ സമരമുഖമായി മാറി. ആഞ്ചലോസിനെ നഷ്ടപ്പെട്ട കാലങ്ങളിൽ കടലും കടപ്പുറവും ഭീതിയുടെയും നിസ്സഹായതയുടെയും അപമാനത്തിൻ്റെയും ദുരിതങ്ങളുടെയും വിഹാരരംഗമായി തീർന്നു. ശൗരിക്കുട്ടി ജനിച്ച ശേഷം കടലും കടപ്പുറവും അതിജീവനത്തിൻ്റെ അഭയസ്ഥാനങ്ങളായി ഉരുത്തിരിഞ്ഞു. ഇപ്പോൾ ഈ കടലും കടപ്പുറവും എന്താണ്? കരകാണ കടലിലെന്ന പോലെ തുഴഞ്ഞു തളർന്ന തൻ്റെ മക്കൾ കരപറ്റി. തനിക്കിന്ന് കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമില്ല. കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള വീടും കിടക്കാൻ മെത്തയും പുതയ്ക്കാൻ ചൂടുപാകിയ പുതപ്പുമുണ്ട്. നാടിനും നാട്ടാർക്കും മുന്നിൽ അവഹേളിക്കപ്പെട്ട തന്നെ തൻ്റെ മകൻ കൈപിടിച്ചുയർത്തി നിർത്തിയിരിക്കുന്നു. ലോകം മുഴുവൻ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്ത തൻ്റെ മകൻ വിജയശ്രീ ലാളിതനായി കൺമുന്നിൽ നിൽക്കുന്നു. എന്നിട്ടും മനസ്സിലൊരു വല്ലായ്മയും എന്തോ പോരായ്മയും അവശേഷിക്കുന്നു.
എമിലിക്ക് തൻ്റെ കുട്ടിക്കാലത്തേക്ക് ഓടിപ്പോകണമെന്ന് തോന്നി. അല്ലെങ്കിൽ ആഞ്ചലോസും തൻ്റെ ഇത്തിരിപ്പോന്ന മക്കളുമൊത്ത് വെറുതെ ചെന്നിരിക്കാറുണ്ടായിരുന്ന ചെല്ലിക്കടപ്പുറത്തേക്ക്. അതായിരുന്നു ജീവിതം. പിന്നിൽ കാലച്ച കേട്ട് എമിലി തലതിരിച്ചു നോക്കി. ആഞ്ചലോസ്, ആഹാരം വല്ലതും കഴിച്ചായിരുന്നോ? എമിലി ചോദിച്ചു. ആ, കഴിച്ച്. കള്ളുകുടി പാർട്ടിയൊക്കെ ഉണ്ടെന്ന് കേട്ടു. കുറെ കൂടി രാത്രിയാകണമായിരിക്കും അല്ലേ? ആ. എന്നാത്തിനാ ഇങ്ങോട്ട് വന്നത്? പോകാം. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇവിടെ എന്നാ കുഴപ്പം? ഇത് നമ്മുടെ വീടാണല്ലോ. അല്ല. ആഞ്ചലോസ് നിഷേധരൂപേണ തലയാട്ടിക്കൊണ്ടിരുന്നു. ഇത് നമ്മുടെയല്ല, ഇതല്ല. എമിലി അമ്പരപ്പോടെ തൻ്റെ ഭർത്താവിനെ നോക്കി. ആഞ്ചലോസ് അടുത്ത കാലത്തൊന്നും ഇത്ര സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ അടുത്തു വന്ന് നിന്നിട്ടില്ല. ഒരു മന്ന ബുദ്ധിയെപ്പോലെയായിരുന്നു. ഇത് പിന്നെ ആരുടെ വീടാ? എമിലി കാറ്റൂതുന്ന ഒച്ചയിൽ ചോദിച്ചു. ആഞ്ചലോസ് അല്പനേരം മിണ്ടാതെ നിന്നു. എന്നിട്ട് കടലിൻ്റെ നേർക്ക് പറഞ്ഞു. ഇത് സൈമൺ തരകൻ്റെ മോൻ്റെ വീടല്ലേ, നമ്മുടെയല്ലല്ലോ. എമിലി സ്തബ്ധയായി. അവൾ ആഞ്ചലോസിനെ വീണ്ടും വീണ്ടും നോക്കി. മുഖം പ്രശാന്തമാണ്. ദൂരെ നിന്ന് കാണുന്ന നീലക്കടൽ പോലെ. ഉള്ളിൽ അടിയൊഴുക്കും ചുഴികളും ഉണ്ടായിരുന്നോ? വേദനയും പരാതികളും സങ്കടങ്ങളും ഉണ്ടായിരുന്നോ? യാതൊരു വികാരങ്ങളും അലട്ടാത്തവനെപ്പോലെയായിരുന്നല്ലോ ജീവിച്ചത്. നമുക്ക് പോകാം. ആഞ്ചലോസ് എമിലിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സ്വകാര്യം പോലെ പറഞ്ഞു. എമിലിക്ക് കരച്ചിൽ വന്നു. ഒരു വിള്ളലുണ്ടാകാൻ കാത്തിരുന്ന പോലെ അത് പുറത്തേക്ക് തള്ളി വന്നുകൊണ്ടിരുന്നു. ഇത്രയും അധികം, ഇത്രയും പ്രവാഹശക്തിയോടെ അത് എവിടെ ഒളിച്ചിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായില്ല. എമിലി ഭർത്താവിൻ്റെ തോളത്തേക്ക് മുഖം ചേർത്ത് വാവിട്ട് കരഞ്ഞു. ലൗഡ് സ്പീക്കറുകളിലൂടെ കാതടുപ്പിക്കുന്ന വിധത്തിൽ വന്നുകൊണ്ടിരുന്ന താളമേളങ്ങളും പാട്ടും നിലച്ചു. വെളുത്ത പാൻസും ഷർട്ടും ധരിച്ച് സുസ്മേരവദനായി വന്ന ശൗരിക്കുട്ടി മൈക്ക് കയ്യിലെടുത്ത് അതിലൂടെ തൊണ്ട ചിണക്കി. കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ വളപ്പിലും റോഡിലും പന്തലിലുമെല്ലാം ഉണ്ടായിരുന്ന ജനങ്ങളെ നോക്കി. എന്നിട്ട് സംസാരിച്ചു തുടങ്ങി. എൻ്റെ നാട്ടുകാരോട് 2 വാക്ക് പറയാനുണ്ട്. ഞാൻ ഈ ചെല്ലിക്കടപ്പുറത്ത് ജനിച്ചു വളർന്നവനാണ്. ആരും പറയാതെ കണ്ടു തന്നെ എൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതേപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. ആകെ പറയാനുള്ളത് 2 പേരെപ്പറ്റി മാത്രമാണ്. അവരാണ് എന്നെ വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിച്ചത്. പന്തലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ അത് തൽക്കാലം നിർത്തി സ്റ്റേജിലേക്ക് കണ്ണു നട്ടു. വീട്ടുവളപ്പിലും റോഡിലും കൂട്ടം കൂടി സംസാരിച്ച് രസിച്ചു നിന്ന തദ്ദേശവാസികളും സ്റ്റേജിലേക്ക് കാതുകൂർപ്പിച്ചു. ശബ്ദായമാനമായിരുന്ന അന്തരീക്ഷം പെട്ടെന്ന് നിശബ്ദമായി. എല്ലാ കണ്ണുകളും ശൗരിക്കുട്ടിയിലായി. ആ 2 പേർ ആരൊക്കെയാണെന്ന് നിങ്ങളെല്ലാവരും അറിയണം. 1 എൻ്റെ അമ്മ എമിലി, 2 എൻ്റെ അപ്പൻ കാരക്കാട്ട് സൈമൺ തരകൻ. അവർ 2 പേരും കൂടിയാണ് എന്നെ ഇത്ര കണ്ട് വളർത്തി വലുതാക്കിയത്. കേട്ടവർ സ്തബ്ധരായി. ഈ ശൗരിക്കുട്ടി അവൻ്റെ നിത്യശത്രുവായ സൈമൺ തരകനെ വാഴ്ത്തപ്പെട്ടവനാക്കാൻ പോവുകയാണോ? 2 പേരും 2 തരത്തിലാണ് എന്നെ വളർത്തിയത്. കാരക്കാട്ട് സൈമൺ തരകൻ ഞാൻ ഭൂമിയിലോട്ട് ജനിച്ചു വീണ അന്ന് മുതൽ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കി. വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി. കടലിൽ വലിച്ചെറിഞ്ഞ് കൊല്ലാൻ നോക്കി. കടപ്പുറത്തിട്ട് തല്ലിക്കൊല്ലാൻ നോക്കി. വാടക ഗുണ്ടകളെ കൊണ്ട് കടലിൽ വെച്ച് കൊല്ലിക്കാൻ നോക്കി. ഒടുക്കം എന്നെ കോൺക്രീറ്റാക്കി കടലിൽ കെട്ടിത്താക്കാൻ കൊട്ടേഷൻ കൊടുത്തു. ഞാൻ പണിക്ക് പോണ വള്ളങ്ങളിൽ നിന്ന് എന്നെ വിലക്കി. ഈ ചെല്ലിക്കടപ്പുറത്തു നിന്ന് എന്നെ വിലക്കി. അങ്ങനെ അയാൾ എന്നെ നശിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഓരോ ദുഷ്ടപ്രവൃത്തിയും എനിക്ക് വളരാനുള്ള വളമാക്കി ഞാൻ മാറ്റിയെടുത്തു. ഈ ചെല്ലിക്കടപ്പുറത്ത് എന്നെ ജീവിക്കാൻ സമ്മതിക്കാതെ ആട്ടി ഓടിച്ച സൈമൺ തരകനെ അയാളുടെ വീട്ടിൽ നിന്ന് ആട്ടിപ്പയക്കുമെന്ന് ശപഥം ചെയ്തിട്ട ശൗരിക്കുട്ടി ഇത്രകാലം ജീവിച്ചത്. ഇന്ന് ഞാൻ അയാളെയും അയാളുടെ ഭാര്യയും മക്കളെയും കാരക്കാട്ട് ബംഗ്ലാവിൽ നിന്ന് പടിയിറക്കി വിട്ടു. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇനി ഞാൻ അയാളെ ഈ വീട്ടുമുറ്റത്ത് കാലുകുത്താൻ സമ്മതിക്കത്തില്ല. പന്തലിലും മുറ്റത്തുമുണ്ടായിരുന്ന ആളുകൾ കരഘോഷം മുഴക്കി. ശൗരിക്കുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. 2ാമത്തെ ആളെപ്പറ്റിയാ ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി 1ാമത്തെ ആളെപ്പറ്റി പറയാം. അത് മറ്റാരുമല്ല, എൻ്റെ അമ്മയാണ് എമിലി. വീണ്ടും പന്തലിലും മുറ്റത്തും നിശബ്ദമായി. സ്റ്റേജിൻ്റെ ഒരു കോണിൽ എല്ലാം കണ്ടും കേട്ടും ആസ്വദിച്ചും അഭിമാന പുളകിതയായി നിന്ന ജാനറ്റിനെ ശൗരിക്കുട്ടി കൈകാട്ടി വിളിച്ചു. ജാനറ്റ് അടുത്തേക്ക് ചെന്നു. അമ്മ എവിടെ? വിളിച്ചോണ്ട് വാ, അവൻ സ്വരം താഴ്ത്തി പറഞ്ഞു. ജാനറ്റ് എമിലിയെ വിളിക്കാൻ പോയി. ഒരു ഓട്ടോറിക്ഷ ഗേറ്റിൽ വന്ന് നിന്നു. അതിൽ നിന്ന് റെജീന ഇറങ്ങി. ശൗരിക്കുട്ടിയെ ചുറ്റുപാടും നോക്കി. അവൻ സ്റ്റേജിൽ നിൽക്കുന്നത് അവൾ കണ്ടു. എന്നെ വളർത്താൻ വേണ്ടി എൻ്റെ അമ്മ അനുഭവിച്ചിടത്തോളം വേദനയും സങ്കടവും മാനക്കേടും നാണക്കേടും പട്ടിണിയും ദുരിതവും കഷ്ടപ്പാടും ഈ ലോകത്ത് വേറൊരമ്മയും അനുഭവിച്ചിട്ടില്ല. തന്തയില്ലാത്തവനായിട്ട് ജനിച്ച എന്നെ എൻ്റെ അമ്മ ദൈവത്തിൻ്റെ കുഞ്ഞിനെപ്പോലെയാണ് വളർത്തിയത്. എന്നെ ഓർത്ത് എൻ്റെ അമ്മ വേദനിച്ചിടത്തോളം, എന്നെ ഓർത്ത് എൻ്റെ അമ്മ കരഞ്ഞിടത്തോളം
എനിക്ക് വേണ്ടി എൻ്റെ അമ്മ പ്രാർത്ഥിച്ചിടത്തോളം ഈ ലോകത്ത് വേറൊരമ്മയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ശൗരിക്കുട്ടി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നത്. അപ്പോഴേക്കും ജാനറ്റ് എമിലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പന്തലിൽ നിന്നുള്ള കരഘോഷം അതോടെ ഒന്നുകൂടി മുറുകി. ശൗരിക്കുട്ടി അടുത്തേക്ക് ചെന്ന് എമിലിയുടെ തോളത്ത് കൈയിട്ട് സ്റ്റേജിന് നടുവിലേക്ക് പിടിച്ചുകൊണ്ടുവന്നു. എൻ്റെ അമ്മയെ എല്ലാവർക്കും അറിയാം. ആളുകൾ പിന്നെയും കൈയടിച്ചു. എൻ്റെ ജീവൻ എത്ര തവണ രക്ഷിച്ചെന്ന് അമ്മയ്ക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ ജീവൻ, എൻ്റെ ശ്വാസം, എൻ്റെ ശരീരം. ശൗരിക്കുട്ടിക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം എൻ്റെ അമ്മ എനിക്ക് തന്നതാണ്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാരക്കാട്ട് ബംഗ്ലാവ് വെട്ടിപ്പിടിച്ചത്. ഇത് അത്ര വിലപിടിച്ചതൊന്നും അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ടല്ലോ. അതിന് വലിയ വിലയുണ്ട്. ഇനിയും എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു ശൗരിക്കുട്ടിക്ക്. എമിലി അവൻ്റെ ചെവിയിൽ പറഞ്ഞു. മതിയടാ, നിർത്ത്. ശൗരിക്കുട്ടി മൈക്ക് അതിൻ്റെ സ്റ്റാൻഡിൽ വെച്ചതോടെ വീണ്ടും കയ്യടി മുഴങ്ങി. അവൻ എമിലിയെയും കൂട്ടി സ്റ്റേജിൽ നിന്നിറങ്ങി. അപ്പോൾ സ്റ്റേജിനടുത്ത് കൂടി നിന്നവർക്കിടയിലൂടെ റെജീന തിക്കിത്തിരക്കി വന്നു. ജാനറ്റ് അവളെ കണ്ട് സന്തോഷത്തോടെ പറഞ്ഞു, ദേ റെജീന കുഞ്ഞമ്മ. റെജീന ശൗരിക്കുട്ടിയെയും എമിലിയെയും നോക്കി. അവളുടെ കണ്ണുകൾ എരിയുന്നുണ്ടായിരുന്നു. മുഖം ചുവന്ന് വീർത്തിരുന്നു. മുഖം വെട്ടിത്തിരിച്ചുകൊണ്ട് റെജീന സ്റ്റേജിലേക്ക് കയറി. ശൗരിക്കുട്ടി വച്ചിട്ട് പോയ മൈക്ക് കയ്യിലെടുത്തിട്ട് അവൾ പന്തലിലും മുറ്റത്തുമുള്ള ആളുകളെ നോക്കി. ഞാൻ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനോ തിന്നാനോ കുടിക്കാനോ വന്നവളല്ല. നിങ്ങളെല്ലാവരോടും എനിക്കൊരു സത്യം പറയാനുണ്ട്. അത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. റെജീന പറയുന്നത് കേട്ട് എമിലി അന്താളിച്ചു. ആളുകളുടെ ശ്രദ്ധ വീണ്ടും സ്റ്റേജിലേക്കായി. അടുത്ത ഭാഗം നാളെ.